എല്ലാവർക്കും നമസ്കാരം. പോസിബിളി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സിസ്റ്റത്തിൽ അഡ്രസ് ചെയ്യുന്നത്. ആൻഡ് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ദാറ്റ് Rupesh you gave me an opportunity to tell what we are doing and what we want to implement within the space. And our knowledge is whatever we gain through. അതിനെ പാസ് ഓൺ ചെയ്യാനുള്ള ഒരു സ്പേസും അതിനെ റെസ്പോൺസിബിൾ ടൂറിസം വിത്ത് കണക്ഷൻ ടു റെസ്പോൺസിബിൾ ടൂറിസം അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു സ്പേസും എങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സോ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ബ്രീഫ് ഞാൻ rather than giving presentation പകരം I really want to tell the story of mine, with regards to how I got into responsible tourism, how I got into innovative products, അല്ലെങ്കിൽ innovative tourism like peripherals എന്നുള്ളതിനാണ് എനിക്കൊരു എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ഞാൻ ആക്ച്വലി റുപേഷ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ തന്നെ ഐ വാസ് ഇൻ ടു സ്പോർട്സ് ബ്രാൻഡിങ്. ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽ ആണ് ആൻഡ് ഐ വാസ് ഇൻ ടു സ്പോർട്സ് ബ്രാൻഡിങ്. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞാൻ കുറെ ഒക്കെ ഗ്രീൻ ബ്രാൻഡിങ് എന്നിട്ടുള്ള ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കുന്നതും. ഞാൻ 2012 ഐ ക്വിറ്റ് ദ ജോബ് ആൻഡ് എനിക്ക് ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളത് ഐ ഹാഡ് എ റെസ്പോൺസിബിൾ ടൂറിസം മീറ്റിംഗ് in 2012 in Vaikom. അവിടെ വെച്ചിട്ടാണ് I have been introduced. I saw Rupesh. It was like a brief site. I didn't even converse much. അപ്പോൾ അവിടെ ഞാൻ ഒരു മീറ്റിംഗിലേക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. And that's how the whole idea of getting into responsible tourism and sustainable products develop ചെയ്യാനും അതിൻ്റെ ഒരു പ്ലാൻ ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഞാൻ ഒരു ബ്രീഫായിട്ട് വാട്ട് വി ഡു ലൈക്ക് അവാസ എക്സ്പീരിയൻസ് ആൻഡ് ബിയോണ്ട് അതെന്താണ് എന്നുള്ളതിന്റെ ഒരു ബ്രീഫ് തരാം. ആൻഡ് വാട്ട് വി വോണ്ട് ടു ഡു അല്ലെങ്കിൽ വാട്ട് ക്യാൻ ബി ഇംപ്ലിമെന്റഡ് വിത്തിൻ ദ സ്പേസ് ഓഫ് അഗ്രികൾച്ചർ, അഗ്രി ടൂറിസം ആൻഡ് ഫാം ടൂറിസം ആൻഡ് അഡ്വെഞ്ചർ ടൂറിസം in a remote locations or in rural areas അല്ലെങ്കിൽ within farmer community or plantation community or forestry community അങ്ങനത്തെ ഒരു സ്പേസിൽ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ എന്തായിരുന്നുള്ളതും അതിനെ എങ്ങനെയൊക്കെ സ്കെയിലബിൾ ആക്കാന്നുള്ളതിന്റെ ഒരു ബ്രീഫാണ് ഐ വുഡ് ലൈക്ക് ടു ടോക്ക് അബൌട്ട്. ആദ്യം ഐ വുഡ് ജസ്റ്റ് ലൈക്ക് ഗീവ് എൻ എക്സ്പ്ലനേഷൻ ഓർ ഗീവ് എ ബ്രീഫ് ഓൺ ദാറ്റ് വൺ. ഇപ്പൊ നോർമലി നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വി ബേസിക്കലി ഡു projects with regards to less or minimal impact on ecosystem. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഒരു മോട്ടീവ്. വിത്ത് റിഗാർഡ്സ് ടു ഡെവലപ്പിംഗ് എ പ്രോഡക്റ്റ്. അപ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി ഐഡന്റിഫൈ ദ സ്പേസസ്. നമ്മൾ ഓരോ സ്പേസിന്റെയും യുണീക്ക് ലൊക്കാലിറ്റീസ് അല്ലെങ്കിൽ യുണീക്നെസ് എന്താണോ എന്നുള്ളത് എടുത്തിട്ട് അതിനെ നമ്മൾ ഒരു അക്കോമഡേഷനും ഒരു ടൂറും ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ടൂറും എല്ലാം കൂടി കോംപ്ലിമെന്റ് ചെയ്തിട്ട് ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് we sell it to the patrons or we invite patrons. ഒരു വാല്യൂ ആഡഡ് പ്രോഡക്റ്റ് ആയിട്ട് നമ്മൾ അതിനെ എങ്ങനെ സ്കെയിലബിൾ ചെയ്യാന്നുള്ള ഒരു എക്സ്പെരിമെന്റ് ആയിരുന്നു what we did. And by far we have been very lucky with this particular scenario. കാരണം the first experience that I got was into tea culture experience. അപ്പോൾ നമ്മള് മൂന്നാറിലുള്ള ഒരു സ്പേസിൽ we had a camping site. ഞാൻ ബേസിക്കലി ഞാൻ ചിന്തിക്കുന്ന ഒരു ഓപ്ഷനും അതാണ്. ബിക്കോസ് വി ഡോണ്ട് ഗോ ഫോർ ബിഗ് ഇൻവെസ്റ്റ്മെന്റ്സ്. അതായത് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് അധികം ചെയ്യാതെ മിനിമൽ ഫുട് പ്രിന്റിൽ നമ്മൾ ഒരു സ്പേസിൽ എങ്ങനെ നമുക്ക് മാക്സിമം റവന്യൂ ജനറേഷൻ ചെയ്യാമെന്നുള്ളതിന്റെ ഒരു സ്കെയിലബിലിറ്റിയാണ് നമ്മൾ ആദ്യം നോക്കിയിരുന്നത്. സോ വി വർ ഏബിൾ ടു ഹോസ്റ്റ് അറൌണ്ട് പീപ്പിൾ ഫ്രം 102 countries. കംപ്ലീറ്റ്ലി വിത്ത് റിഗാർഡ്സ് ടു ക്യാമ്പിംഗ് ഒരു പെരിഫറൽ ആണെങ്കിൽ കൂടെ തന്നെ കംപ്ലീറ്റ്ലി വിത്ത് റിഗാർഡ്സ് ടു എന്താ പറയാ എക്സ്പീരിയൻസ് ടൂറിസം എന്നുള്ള ഒരു പ്ലാറ്റർ ആയിരുന്നു നമ്മൾ ഗസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലക്കിലി വാട്ട് വി ഇവോൾവ് വിത്ത് ദാറ്റ് സ്പേസ്. ഇപ്പോൾ വി സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് ആസ് ഇന്ത്യാസ് ഗ്രീനസ്റ്റ് ട്രീ ഹോട്ടൽ. ഓക്കെ, ആൻഡ് ഇന്ത്യാസ് ഗ്രീനസ്റ്റ് ട്രീ ഹോട്ടൽ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ വെരി സിമ്പിൾ കോൺസെപ്റ്റ്. ഇറ്റ്സ് ഓൾ ടെൻസ് വിച്ച് ഇസ് ബീൻ പുട്ട് അപ്പ് ഓൺ ട്രീസ്. അപ്പോൾ അതിന്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ബിൽറ്റ് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ലീവ് നോ ട്രേസ്. അതായത് നമ്മൾ അവിടെ പോയി ഒരു ചെടി മുറിക്കുക അല്ലെങ്കിൽ മരത്തിൽ ഒരു ആണി ഇടിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഒരു എക്കോസിസ്റ്റത്തെ നശിപ്പിക്കുക ഒന്നും ചെയ്യാതെ
ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും അതിൽ വിത്തിൻ ലൈക്ക് 1 year ഒരു എന്താ പറയുക ഒരു ബ്രേക്ക് ഈവൻ മോഡലിൽ എത്തുകയും ആൻഡ് അടുത്തൊരു നെക്സ്റ്റ് 2 years ഒരു സ്കെയിലബിൾ ആയിട്ട് അടുത്തൊരു നെക്സ്റ്റ് ഇയർ അതൊരു പ്രോഡക്റ്റ് ആയി കൊടുത്തതിന് ശേഷം വിത്തിൻ ദാറ്റ് സെയിം സ്പേസ് ഇറ്റ് സെൽഫ് യു ഇവോൾവ് വേറൊരു കുറച്ച് പുതിയ പ്ലാൻസ് വെച്ചിട്ട് ഇവോൾവ് ചെയ്യാന്നുള്ള ഒരു കോൺസെപ്റ്റ്. സോ വി വർ ലൈക്ക് ലക്കി ടു സ്റ്റാർട്ട് അപ്പ് ഈ ഒരു പ്രോജക്ട് അവാസിന്റെ അടിയിൽ തന്നെ വി ഹാഡ് സ്റ്റാർട്ടഡ് സംതിങ് കോൾഡ് എ സ്റ്റിംഗ്റേ ട്രൈബ്. അത് ബേസിക്കലി ഇറ്റ്സ് എ ഫാം, ഇറ്റ്സ് എ പ്ലാന്റേഷൻ, ഒരു ടീ കൾച്ചർ, ഒരു ടീ പ്ലാന്റേഷൻ ആണ്. ചെമ്പ്രമലന്റെ അടിയിലാണ് അതിന്റെ ഫസ്റ്റ് നമ്മൾ തുടങ്ങിയ പ്രൊജക്ട് ഉണ്ടായിരുന്നത്. ആൻഡ് ആ പ്രൊജക്റ്റിൽ എന്താണെന്ന് വെച്ചാൽ അതൊരു ആനിമൽ കോറിഡോർ ആണ്. കാരണം നമ്മൾ ബേസിക്കലി ചെയ്യണത് എന്താ വെച്ചാൽ മൃഗങ്ങളെ നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും ബൈ സോളാർ ഫെൻസിങ് ആൻഡ് എവറിത്തിങ്. സോ വി ആർ റെസ്ട്രിക്ടിങ് ദ സ്പേസ് ഓഫ് മൂവ്മെന്റ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ ആൾക്കാരുടെയും പേട്രൻസ് ഹു ഈസ് കമ്മിങ് ഡൗൺ അവരെ നമ്മൾ എലിവേറ്റ് ചെയ്തു. എലിവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി പുട്ട് ദം ഓൺ ട്രീസ്. ഓക്കെ, പക്ഷെ മരങ്ങളുടെ മുകളിൽ പോകുമ്പോഴും വി ഡിഡ്ന്റ് പുട്ട് അപ്പ് എനി നെയിൽസ് ഓർ എനിത്തിങ്. ഇറ്റ് സിംപ്ലി ഒരു ടെന്റ് ആണ്. ഒരു 400 പേർക്ക് 400 കിലോ താങ്ങാൻ പറ്റുന്ന ഒരു ടെന്റ്. അപ്പോൾ ഒരു 20 അടി ഉയരത്തിലാണത്. അപ്പോ അതിന്റെ അടിയിൽ കൂടെ മൃഗങ്ങളെല്ലാം പോകും. നിങ്ങൾക്ക് രാത്രി വൈൽഡ് വാച്ചിങ് ചെയ്യാൻ പറ്റും. പിന്നെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ് അവിടെ നമ്മള് കുക്കും അവിടുത്തെ എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഉള്ളിലുള്ള എല്ലാ സർവീസസും പ്രൊവൈഡ് വിത്തിൻ ദ കമ്മ്യൂണിറ്റി സ്പേസ് എന്നുള്ള ആൾക്കാരാണ്. അപ്പോ സീറോ കാർബൺ ഫുട് പ്രിന്റ്, അതായത് ഒരു തരത്തിലുള്ള പ്രകൃതിനെ നശിപ്പിക്കാതിരിക്കുകയും അതോടൊപ്പം തന്നെ അവിടെയുള്ള യുണീക്നെസ്, അത് അവിടെ എല്ലാ അപെക്സ് പ്രെഡേറ്റേഴ്സും ഉണ്ട്, എല്ലാ 150 വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സ്ഥലത്തിന്റെ ഒരു യുണീക്നെസ്സിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിന് ഒരു വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആയിട്ട് വി സെൽ ഇറ്റ് ഔട്ട്. സോ സിംപ്ലി സേയിങ് ഐ സെൽ എ സ്പേസ് ഓഫ് that particular tent for 14,000 rupees. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ടെൽ യു, കാരണം അതൊരു സാധാരണ ഒരു ടെന്റ് ആണ്. ഓക്കെ, ആൻഡ് ആ ടെന്റിന് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന്റെ ഈ എല്ലാ പ്ലഗിൻസും കൂടി ആഡ് ചെയ്തിട്ട് അതിനെന്ത് ചെയ്തു, അതിനൊരു ഒരു സൂപ്പർ ലക്ഷറി പ്രൊഡക്റ്റ് ആണെങ്കിൽ കൂടെ തന്നെ അതൊരു എക്സ്പീരിയൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടൂറിസം ആക്കി മാറ്റി. അപ്പോ മോസ്റ്റ് ഓഫ് ദ ഐഡിയാസ് I have been discussing with Rupesh ji. We wanted to camp and kayak in Perumbalam Vaikkathu. So this was the whole idea about it. Apo with regards to farm tourism and agricultural tourism and adventure tourism, this is what I would want to represent in such a way that നിങ്ങൾ ഉള്ള സ്ഥലത്ത് നിങ്ങൾ whichever your plantation, if it is like ഒരു cardamom plantation ആണെങ്കിൽ അപ്പോ അതിൻ്റെ ഉള്ളിലുള്ള ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് തിരിച്ചറിയാം. ആൻഡ് ആ സ്പേസിന്റെ ഉള്ളിൽ അധികം ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ്സ് അധികം ചെയ്യാതെ മിനിമൽ ഇൻവെസ്റ്റ്മെന്റിൽ മേക്ക് സം പ്രോഡക്ട്സ്. ഇപ്പോ നമ്മളിപ്പോ ഗ്ലാമ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പേസ്, അത് ഗ്ലാമറസ് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പേസ് തന്നെ ഇറ്റ് ഈസ് സിംപ്ലി സിമ്പിൾ സ്ട്രക്ചേഴ്സ് വിത്ത് എ ഗുഡ് അമ്യൂണിറ്റി ഇൻസൈഡ്. അപ്പോൾ ഇതെല്ലാം കൊളാപ്സിബിൾ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ ടെന്റ് എന്ന് പറഞ്ഞത് ഒന്ന്, ഗ്ലാമ്പിംഗ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞത് ഒന്ന്. അതിന് പുറമെ ഇപ്പൊ ലൈക് ഇഫ് അറ്റ് ഓൾ വി ടോക്ക് അബൌട്ട് നമ്മളെ വയനാടാണെങ്കിൽ നമ്മുടെ ഏർമാടങ്ങളുണ്ട്. സോ പ്രൊവൈഡിങ് ദീസ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസസ് ടു ദ ട്രാവലേഴ്സ് എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഒരു ദിസ് ഈസ് വാട്ട് വി വാണ്ടഡ് ടു ഡു ആൻഡ് വി ആർ ഡൂയിങ് ഇറ്റ്. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വി ഗീവ് ദം എൻ എക്സ്പീരിയൻസ് ആൻഡ് സ്പെഷ്യലി വിത്ത് ദ റീസൺ with the outback of corona. നമ്മൾ കൊറോണ വന്നതിന് ശേഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എവരിബഡി ഹാസ് ഗോട്ട് ഇൻ ടു ദിസ് ബബിൾ ട്രാവൽ, ഒരു ബബിൾ ട്രാവൽ സ്പേസിൽ എത്തിയിട്ടുണ്ട്. സോ ആ ബബിൾ ട്രാവൽ സ്പേസിൽ ഐഡന്റിഫൈ ചെയ്യണം. ബബിൾ ട്രാവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നിങ്ങൾ ബാക്കിയുള്ള മേജർ ക്രൗഡൊന്നും അല്ലെങ്കിൽ മേജർ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനും ഒഴിവായിട്ട് റൂറൽ ഏരിയാസിലോ അല്ലെങ്കിൽ ഇതുപോലെ റിമോട്ട് സ്പേസസിൽ യുണീക്ക് ഐഡന്റിറ്റി ഉള്ള പ്രോഡക്റ്റുകൾ അതിലേക്കാണ് ഇപ്പോൾ ആൾക്കാർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. So I think responsible tourism with regards to rural tourism and farm and agricultural tourism along with adventure tourism is the next big thing to happen. നമ്മുടെ കേരളത്തിൽ നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു റെവല്യൂഷൻ അതാവും. കാരണം people will be literally coming down to identify remote and the remotest spaces of Kerala. And understanding biodiversity, understanding nature, understanding culture, the ethnic cuisine tour, ethnic cuisine culture tour, which has been done by responsible tourism. So this is what we should be putting across to the people. When alkarku nammal ini adana the next big thing to happen ennalladana we have identified allengi nammal manasilaaki koduthullum and we've been successful in it.
within a day, within a matter of like 2 to 3 months, I would just literally put it in a very straightforward way that within a matter of 2 to 3 months, we was able to recover the whole revenue which has been invested on the project. And completely we were able to വന്നിട്ടുള്ള ആൾക്കാർ വന്നിട്ടുള്ള പേട്രൻസിനെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ we were able to give them the complete satisfaction with regards to experience. And നമ്മുടെ സ്ഥലത്ത് നിന്ന് അവർ തിരിച്ചു പോയപ്പോൾ they learned a lot, not just about എന്താ പറയുക ക്യാമ്പിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ആ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ചോ അല്ല, നമ്മുടെ കൾച്ചറിനെ കുറിച്ചും നമ്മുടെ ബയോഡൈവേഴ്സിറ്റിന്റെ വാസ്റ്റ്നെസിനെ കുറിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റിയ ഒരു സ്പേസ് ആയി മാറി. And in fact, we didn't do any big marketing with regards to social media or anything. വന്നിട്ടുള്ള ആൾക്കാർ തന്നെയാണ് നമ്മൾ റെഫർ ചെയ്തിട്ട് നമുക്ക് ഗസ്റ്റിനെ നമുക്ക് തന്നിട്ടുള്ളത്. So I think this will be the next big thing with regards to tourism in remote locations or rural locations, or farm tourism or plantation or forestry or lakes or rivers or beach tourism. Anything when you club in with an experience, അതൊരു വലിയൊരു ഒരു revolution ആയി മാറും എന്നുള്ളതാണ് what I think. Rupeshi, I mean, I would like, you know, I'm okay to just like ask some questions and I could just like give a brief on every point that you would want to discuss on. Rupeshi, can you hear me? Sorry. എൻ്റെ മൈക്രോഫോൺ ഓഫ് ആയിരുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം സാർ, കേൾക്കാം. ഓക്കെ. അപ്പോ നമ്മളിതിനെ ഈ ക്ലാസ്സിനെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ഒന്ന്, ഇതിൽ പങ്കെടുക്കുന്നവർ നിയാസ് ജി പറഞ്ഞതുപോലെ വളരെ റിമോട്ടായ ലൊക്കേഷനുകളിലുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയ ലൊക്കേഷൻസിലുള്ള നമ്മുടെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള കാർഷിക പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവരാണ്. അപ്പോ നമ്മൾ അവരുടെ അതുമായി ബന്ധപ്പെട്ട ആളുകളോട് പറയാൻ ശ്രമിക്കുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ കാർഷിക പ്രവർത്തനങ്ങളെ ടൂറിസവുമായി ബന്ധിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിയാസ് ജിയുടെ അഭിപ്രായത്തിൽ നമ്മളൊരു ഫാമിനെ ഇതിലിപ്പോൾ 25 സെന്റ് മുതൽ 25 സെന്റിൽ താഴെയുള്ളവരുമുണ്ട്, പക്ഷെ അവരുടേത് നമ്മൾ നെറ്റ്വർക്ക് ചെയ്യുന്നത് ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടിയിട്ടാണ്. 25 സെന്റ് മുതൽ മുകളിലേക്കുള്ള എത്ര തന്നെ പ്രോപ്പർട്ടി ഉണ്ടെങ്കിലും ആ പ്രോപ്പർട്ടിയെ, അത് താങ്കൾക്ക് അറിയാവുന്നതുപോലെ 10 ഏക്കർ മുതൽ 50 ഏക്കർ വരെ ഉള്ളതാണ് നമ്മുടെ ഗ്രീൻ ഫാംസ് കേരള എന്ന് പറയുന്ന രജിസ്ട്രേഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഫാം ടൂറിസത്തിന്റെ നിലവിലുള്ള ഒരു പ്രശ്നം, ഈ 10 ഏക്കറിനും 50 ഏക്കറിനും ഇടയിൽ അതിൽ താഴെയുള്ളവർ ഒരു തരത്തിലും ഈ ലിസ്റ്റിങ്ങിനകത്ത് വരുന്നില്ല എന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 10 ഏക്കറിനും 50 ഏക്കറിനും ഇടയിലുള്ള ആളുകൾ തന്നെ രജിസ്ട്രേഷൻ ശ്രമിച്ചാൽ ഇവിടുത്തെ പല പ്രശ്നങ്ങൾ മൂലം മടുത്തു പോകുന്ന ഒരു സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു. ഇതെല്ലാം എടുത്തിട്ട് ഇതിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിലെ പല റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇപ്പൊ ഹോം സ്റ്റേയുടെ കാര്യത്തിലും സർവീസ് വില്ലയുടെ കാര്യത്തിലും ഒക്കെ മാറി വന്നതുപോലെ വരും. അത് ക്രമേണ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിയാസ് ജി അറിയാം, നമ്മൾ ആരംഭിക്കുന്ന സമയത്ത് ടെന്റ് ക്യാമ്പിങ്ങിനോ അഡ്വഞ്ചർ ടൂറിസത്തിനോ ഇവിടെ ഒരു ലൈസൻസിങ് പ്രൊസീജിയർ ഉണ്ടായിരുന്നില്ല. ആ ലൈസൻസിങ് പ്രൊസീജിയർ ഇല്ല എന്നതായിരുന്നു അന്ന് നമ്മൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ അത് അഡ്രസ് ചെയ്തു. ആദ്യത്തെ കോൺഫറൻസ് കുമരകത്ത് വെച്ച് നടത്തി. നാഷണൽ ലെവലിലുള്ള എല്ലാ പ്ലെയേഴ്സിനും അവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞ് അത് അഡ്വഞ്ചർ ടൂറിസം ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കി. അന്ന് അഡ്വഞ്ചർ ടൂറിസത്തിന് ചുമതലക്കാരുണ്ടായിരുന്നില്ല, അപ്പോൾ ആർ ടി മിഷൻ തന്നെ അത് കോർഡിനേറ്റ് ചെയ്തു. അഡ്വഞ്ചർ ടൂറിസം പിന്നീട് സൊസൈറ്റിക്ക് വളരെ ദൗർഭാഗ്യകരമാണെങ്കിൽ പോലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിരുന്ന മനേഷ് ഭാസ്കർ അതിൻ്റെ CEO ആയി ചുമതലയേറ്റു. ദൗർഭാഗ്യവശാൽ ഇപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാമിനൊപ്പം നിന്നെല്ലാം ചെയ്യേണ്ട ആളാണ് അദ്ദേഹം. കോവിഡ് ബാധിതനായി കഴിഞ്ഞ മാസം നമ്മളെ വിട്ടുപിരിയുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം ചോദിക്കുന്നത്, ഇതിലേറ്റവും ഇന്നവേറ്റീവായി കേരള ടൂറിസം ചർച്ച ചെയ്യുന്നത് താങ്കൾ മുന്നോട്ടെടുത്ത ഈ മരങ്ങൾക്ക് മുകളിലുള്ള ഒരു ക്യാമ്പിങ്ങിന്റെ എക്സ്പീരിയൻസ് ആണ്. അത് നിയാസ് ഒന്നുകൂടി ഒന്ന് വിശദമാക്കാമോ? കാരണം ആ ഒരു സാധ്യത 2 തരത്തിലാണ് വേണ്ടത്. ഒന്ന്, അതെങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെന്താണ് ലൈസൻസിങ് പ്രൊസീജിയറിലേക്ക് എങ്ങനെയാണ്. നിയാസ് ജി പ്രശ്നമൊന്നുമില്ല, വീഡിയോ ഓഫ് ചെയ്താൽ കുറച്ചുകൂടി നെറ്റ്വർക്ക് സ്റ്റേബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നു നിയാസ് ജിയുടെ. അപ്പോൾ
മരങ്ങളുടെ മുകളിലുള്ള ഈ ക്യാമ്പിംഗ് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഇന്നോവേറ്റീവായ ആശയമാണ്. ആ ആശയം നിയാസ് ജി എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഫാം ടൂറിസത്തെ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫാമിംഗ് ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒന്ന് വിശദീകരിക്കാം. സോ ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ടെന്റ് എന്ന് പറയുന്നത് ടെൻസൈൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റർനാഷണൽ UK ബേസ്ഡ് ബ്രാൻഡ് ആയിരുന്നു. അപ്പൊ അവരൊരു കിക്ക് സ്റ്റാർട്ടർ പ്രോജക്റ്റിൽ നിൽക്കുന്ന സമയത്താണ് വി ബീൻ കണക്ടിങ് വിത്ത് ദോസ് പീപ്പിൾ. അപ്പൊ അവരുടെ നിന്ന് നമ്മൾ കൊണ്ടുവരികയും അപ്പൊ അവര് ബേസിക്കലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് മരങ്ങളും വെട്ടാൻ പാടില്ല. അപ്പൊ ആ തീമിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 3 മരങ്ങളിൽ കെട്ടി തൂങ്ങി കിടന്നു കഴിഞ്ഞാൽ മരങ്ങൾ ആരും വെട്ടില്ല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ആ ഒരു ഹോൾ ടെൻസൈൽ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ്, ലവ് ഫോർ ട്രീസ് എന്നുള്ളതാണ്. അപ്പോ നമ്മുടെ ഒരു ഉദ്ദേശം അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളൊരു 10 അല്ലെങ്കിൽ 25 സെന്റ് സ്ഥലം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ ചെറിയൊരു ഫാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 10-15 ലക്ഷം മുടക്കി നമ്മൾ ഒരു സ്ട്രക്ചർ പണിയും. ആൻഡ് സ്ട്രക്ചർ പണിത് കഴിഞ്ഞൊരു 3 കൊല്ലം കഴിയുമ്പോഴത്തേനും അത് ഔട്ട്ഡേറ്റഡ് ആയി. കാരണം വരുന്ന ട്രാവലേഴ്സ് എന്താണ് എല്ലാ ദിവസവും പുതിയ സാധനങ്ങളിൽ എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോ ആ ഒരു നമ്മളൊന്ന് മണി റിക്കവർ ആവുമ്പോഴത്തേനും എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ജസ്റ്റ് കനോട്ട് ലൈക്ക് മെയിൻറ്റെയിൻ ദാറ്റ്. അപ്പത്തിന് വേറെ കുറെ പ്രൊഡക്റ്റുകൾ വന്നിട്ടും വി ലൂസ് അവർ സ്പേസ്. അപ്പൊ അതായിരുന്നു ഞങ്ങളുടെ ഒരു തീരുമാനം. എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടും നമുക്ക് സ്ഥലങ്ങളൊന്നും നശിപ്പിക്കാതെ, മരങ്ങൾ നമുക്ക് അബണ്ടന്റ് ആണ്. ഓക്കെ. ആൻഡ് വൈൽഡ് ആനിമൽസിൽ ഒരു സ്പേസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 20 അടി ഉയരത്തിൽ കെട്ടിത്തൂക്കണം. ആൻഡ് വൈൽഡ് ആനിമൽസ് ഇല്ലാത്തൊരു സ്പേസ് ആണെങ്കിൽ നിങ്ങൾക്ക് താഴത്തെ ലെവലിൽ തന്നെ കെട്ടിത്തൂക്കണം. ഇപ്പോ ഞാനൊരു കോൺസെപ്റ്റ് വൈസ് നമ്മള് ഇപ്പൊ ചെമ്പ്ര എസ്റ്റേറ്റിൽ ഞങ്ങൾ ആദ്യം വരുന്നു. ചെമ്പ്ര എന്ന് പറഞ്ഞ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു. അപ്പൊ അവിടെ നമ്മൾ ആദ്യം വരുന്നു. അപ്പൊ അവിടെ ആദ്യം വന്ന് ഞങ്ങൾ റെക്കി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ലപോലെ മൃഗങ്ങളുണ്ട്, റൈറ്റ്. അപ്പോ ഈ മൃഗങ്ങളിലെ ഞങ്ങൾക്ക് ലൈക്ക് അപ്പൊ ഇവിടെ ബാണാസുര ലാഫിംഗ് ത്രഷ് എന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷിയുണ്ട്. അപ്പൊ അതിന്റെ വംശനാശം സംഭവിച്ചുകൊണ്ടാണ്, വംശനാശം ഇൻ ദ സെൻസ് ഒരു 3-4 കൊല്ലം മുന്നേ ആ ഒരു ട്രെക്ക് ചെയ്ത് കയറുമ്പോൾ അവർ ഇറസ്പോൺസിബിൾ ആയിട്ട് സിഗരറ്റിന്റെ കുറ്റി വലിച്ചെറിഞ്ഞു, അവിടെ കത്തി പിടിച്ചു. അങ്ങനെ ആ പക്ഷികളെല്ലാം പോയി. അപ്പൊ അങ്ങനെ ഒരു സ്പേസ് കൊണ്ടാണ് അത് അടച്ചുപൂട്ടിയത്. അപ്പൊ അത് അത്രയും ഒരു ബയോഡൈവേഴ്സിറ്റി ഉള്ള ഒരു സ്പേസിൽ ഞങ്ങൾക്ക് നിലത്ത് ടെന്റ് അടിച്ച് സ്പേസിനെല്ലാം കൊളാക്കി അവരുടെ ആനിമലിന്റെ മൂവ്മെന്റിനെ നശിപ്പിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടതാണ്. പക്ഷെ ഇത് വെരി മച്ച് ഇമ്പോർട്ടന്റ് ആണ് ഇത് കമ്മിങ് ജനറേഷൻ ടു നോ. അതായത് ഈ പക്ഷിനെ കുറിച്ചും അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ കുറിച്ചും ഈ ബയോഡൈവേഴ്സിറ്റിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു കോൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വി ജസ്റ്റ് ലൈക്ക് സ്റ്റംബിൾഡ് അപ്പോൺ ദിസ് പ്രോഡക്റ്റ്. അപ്പോൾ അങ്ങനെ വാട്ട് വി ഡിഡ് ഈസ് ഞങ്ങൾ വി ഇമ്പോർട്ടഡ് സം ടെൻസ് ഫ്രം UK. പുറമേ നിന്നാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്നിട്ട് ഇത് ഓൾറെഡി ലീവ് നോ ട്രീസ് എന്ന് പറഞ്ഞിട്ടൊരു രജിസ്റ്റേർഡ് NGO ഉണ്ട്. ഇറ്റ്സ് ഓൾ അറൌണ്ട് ദ വേൾഡ് വിച്ച് വർക്ക്സ് ഫോർ റെസ്പോൺസിബിൾ ടൂറിസം, സസ്റ്റൈനബിൾ ടൂറിസം ആൻഡ് eco-friendly approach and nomadic structures and zero carbon footprint എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തീമിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. അപ്പൊ നമ്മളൊന്നും ചെയ്തില്ല, നമ്മൾ ഈ സാധനം കൊണ്ടുവന്നു, വി പുട്ട് ഇറ്റ് അപ്പോൺ ദ ട്രീസ്. നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വരുന്ന ഗസ്റ്റുകൾ നമ്മൾ അവരോട് പറയും, നിങ്ങൾ ഈ സ്ഥലത്ത് വരുന്നത് നിങ്ങൾ കിടന്നുറങ്ങാനല്ല, ഒന്ന് നിങ്ങൾ ഇവിടുത്തെ ഈ സ്ഥലം മനസ്സിലാക്കാണ്, ഈ സ്ഥലത്തിന്റെ ബയോഡൈവേഴ്സിറ്റി ഇറ്റ്സ് എൻ എക്സ്പീരിയൻസ് ക്യാമ്പ്. അപ്പൊ നമ്മൾ പറയും അവരുടെ മുന്നത്തെ ദിവസം നമ്മൾ പറയും നിങ്ങൾ നല്ലപോലെ കിടന്നുറങ്ങിയിട്ട് വരണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർ ഇങ്ങനെ പേ ചെയ്യുമ്പോൾ അവർ വെറുതെ കിടന്നുറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ ഈ സ്പേസിൽ വരുമെന്ന് ഞങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ബട്ട് വി ഹാഡ് ലൈക്ക് എ മേജർ അപ്രോച്ച് ഫ്രം ദ പീപ്പിൾ ദാറ്റ് ദ പീപ്പിൾ റിയലി ലവ്ഡ് ഇറ്റ്. കാരണം അവരവിടെ വരും, രാത്രി മുഴുവൻ അവർ എന്ത് ചെയ്യും, അവർക്ക് ഹെഡ് ടോർച്ച് കൊടുക്കും, താഴത്തിൽ കൂടെ മൃഗങ്ങൾ പോകും. ഓക്കെ. ആൻഡ് അവിടെ നാച്ചുറലിസ്റ്റ് ഉണ്ട്. സോ ദിസ് ഈസ് വാട്ട് വൺ തിങ് വി റിയലി വാസ് കെയർഫുൾ അബൌട്ട്. കാരണം അതിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ വാസ് ലൈക്ക് വെരി മച്ച് വിത്ത് റിഗാർഡ്സ് ടു ദാറ്റ് പെർട്ടിക്കുലർ പ്രൊഫഷൻ. കാരണം ഞങ്ങൾക്ക് സേഫ്റ്റി ഇവാക്യുവേഷന് വേണ്ടിയിട്ട് ഒരു മൗണ്ടനിയറിംഗ് കഴിഞ്ഞിട്ടുള്ള ഒരു ആളാണുള്ളത്. എമർജൻസി സിറ്റുവേഷന് വേണ്ടിയിട്ട് മൃഗങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ളത് ഒരു നാച്ചുറലിസ്റ്റ് ആണ്. പിന്നെ അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണമെന്നും എങ്ങനെ പെരുമാറണം എന്നുള്ളതും ഞങ്ങൾ പ്രോപ്പർട്ടിന്റെ ഉള്ളിൽ വരുമ്പോൾ തന്നെ അവർക്ക് ബ്രീഫ് കൊടുക്കും. അപ്പൊ ഇതെല്ലാം എൻകാപ്സുലേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കിയതും. ആൻഡ് ഗ്രീനസ്റ്റ് ഹോട്ടൽ എന്നുള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മരത്തിൽ ഒരു ആണി അടിക്കുക. കാരണം 20 ആൾക്കാർക്കുള്ള ഒരു ക്യാമ്പ് ഫയർ മരങ്ങളുടെ മുകളിലാണ്. കാരണം അതിലൂടെ ആനകൾ പോകും.
അപ്പോ ഇതെല്ലാം റേസ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പൊ ഈ ക്യാമ്പ് ഫയർ ഇടുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമ്മൾ കാലുകൾ കുഴിച്ചിട്ടും മണ്ണിലൊന്നും കുഴിച്ചിട്ടില്ല. അതിനെ ലിഫ്റ്റിംഗ് സ്ട്രാപ്സ് എന്ന് പറയും. ബേസിക്കലി നമ്മുടെ കാർഗോന് ഉപയോഗിക്കുന്ന സ്ട്രാപ്സ് കൊണ്ടാണ് അതിനെ ലിഫ്റ്റ് ചെയ്തിട്ട് നമ്മൾ മുകളിൽ നിർത്തിയിട്ടുള്ളത്. ആൻഡ് അടിയിൽ കൂടെ എല്ലാം മൃഗങ്ങൾ പോകും. അപ്പൊ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോയ്ലറ്റുകളെല്ലാം മരങ്ങളുടെ മുകളിലാണ്. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, വി ഹാവ് നോട്ട് പുട്ട് വൺ സിംഗിൾ നെയിൽ, ഒരു ആണി പോലും നമ്മൾ മരങ്ങളുടെ മുകളിൽ അടിച്ചിട്ടില്ല. ആൻഡ് എവറിഥിങ് ഈസ് ഓൺ എ ടെൻഷൻ സിസ്റ്റം ആൻഡ് ലൈക്ക് സസ്പെൻഷൻ സിസ്റ്റം. അപ്പോ ലീവ് നോട്ട് ട്രേസ് എന്ന കോൺസെപ്റ്റ് അതാണ്. അതായത് നമ്മൾ വന്നു, നമ്മൾ അവിടെ താമസിച്ചു, ആൻഡ് നമ്മൾ തിരിച്ചു പോയി എന്നുള്ളതിന് യാതൊരു തെളിവും അവിടെ ഇല്ല എന്നുള്ളതിന്റെ അതിന്റെ ഒരു കോൺസെപ്റ്റാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഒരു 80% സാധനങ്ങൾ ഞങ്ങൾ അപ്സൈക്കിൾ ചെയ്തിട്ടാണ്. അപ്സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ മരങ്ങൾ, അതായത് പ്ലാന്റേഷനിൽ വീണ് കിടന്നിട്ടുള്ള ബിൽഡിങ്ങുകളുടെ മുകളിലെ മരങ്ങൾ, പിന്നെ നമ്മള് ഈവൻ ക്യാമ്പ് ഫയർ ഏരിയ കൂടെ നമ്മൾ എന്താ വെച്ചാൽ ഒക്കെ അപ്സൈക്കിൾഡ് ആണ്. വാഷിംഗ് മെഷീൻ ഡ്രം എന്നൊക്കെയാണ് നമ്മള്. ബട്ട് ഇറ്റ് ഹാസ് ഗോട്ട് എൻ അപ്സൈക്കിൾ വാല്യൂ. കാരണം നമ്മൾ കണ്ടു കഴിഞ്ഞ ഒരു വേസ്റ്റ് മെറ്റീരിയൽ പോലെയല്ല, ഇറ്റ് ഈസ് മോർ ലൈക്ക് എൻ ആക്ച്വൽ വർക്കിംഗ് പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഹാസ് ഗോട്ട് എ വാല്യൂ ഓൺ ഇറ്റ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റിലാണ് അത് ഡിസൈൻ ചെയ്തതും. ആൻഡ് ലക്കിലി എന്താന്ന് വെച്ചാൽ ഇറ്റ് വാസ് ബീൻ അപ്രീഷിയേറ്റഡ് ബൈ പീപ്പിൾ. It has been loved by people and like a major hype around India. North India there was like major influencers in other list ചെയ്തു. And the best thing is like ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് I never marketed it. ഞാൻ ഒരു പ്രാവശ്യം പോലും ഞാൻ loud mouth marketing ചെയ്തിട്ടില്ല. അതായത് ആദ്യം കുറച്ച് ആൾക്കാർ വന്നു, കുറച്ച് ആൾക്കാർ വന്നു, അവര് പറഞ്ഞ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഡേറ്റാബേസ് ആണ് മൈ പേട്രൻസ്. അപ്പോ ഞാനിപ്പോ നമ്മളിപ്പോ രൂപേഷ് പറഞ്ഞ പോലെ വെൻ യു ടോക്ക് അബൌട്ട് ദിസ് 25 സെന്റ് സ്ഥലം എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലും ദിസ് ഈസ് ദ കോൺസെപ്റ്റ് ദാറ്റ് വി ക്യാൻ ഡു. നോട്ട് നെസസറിലി നമുക്ക് എന്ത് വേണമെന്നില്ല, നമുക്ക് ടെന്റിനെ വേണമെന്നില്ല. നമ്മുടെ തന്നെയുള്ള കുറെ യുണീക്ക് ബിൽഡിംഗ് ലൈക്ക് മെത്തേഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. മുളയുണ്ടാണെങ്കിലും മരങ്ങളോട് ഇടുക്കി റീജിയനിലൊക്കെ പോയി കഴിഞ്ഞാൽ പീപ്പിൾ ആർ ഗുഡ് അറ്റ് ബിൽഡിംഗ് ഹട്ട്സ് യൂസിങ് ഇക്കാലിന്റെ കമ്പുകൾ വെച്ചിട്ടും നല്ലപോലെ ഹട്ടുകൾ എല്ലാം ഉണ്ടാക്കുന്നത്. ട്രീ ഹൗസുകളൊക്കെ അടിപൊളി ട്രീ ഹൗസുകൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു സ്പേസിനെ യൂട്ടിലൈസ് ചെയ്തിട്ട് അതിന്റെ അടിയിൽ എന്താണോ നിങ്ങളുടെ ഫാം അത് ആക്ച്വലി പ്രോസസ് ചെയ്യുക. ഐ വാസ് ജസ്റ്റ് റീഡിങ് എൻ ആർട്ടിക്കിൾ റിഗാർഡിങ് ബാലി. അപ്പൊ ആ ബാലിയിലെ ആർട്ടിക്കിളിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 45% ഓഫ് ദ ടൂറിസം വിച്ച് ഈസ് ബീൻ ജനറേറ്റഡ് ആർ ത്രൂ ഫാമേഴ്സ്. അതായത് 45 ആണ് അവിടുത്തെ അഗ്രികൾച്ചറൽ statistics. The 45% of the population practice agriculture. ആ അഗ്രികൾച്ചറിനുള്ളിൽ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്, they are like making revenue out of tourism by hosting people, by giving their cultural ആ സ്ഥലത്തിന്റെ യുണീക്നെസ് എന്താണോ ആ യുണീക്നെസ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് അവര് അതെല്ലാം. കാരണം ഏത് പുറമേ നിന്ന് ഏത് വരുന്ന ഒരാൾക്കും ഇത് അത്ഭുതമാണ് നമ്മുടെ, ബിക്കോസ് വി ഹാവ് എ വെരി ക്ലോസ് നമ്മളിപ്പോ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ വി ആർ ലൈക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് ദ ഹോൾ സ്പേസ് ഈസ് ലൈക്ക് ഓൾമോസ്റ്റ് ഇക്വലന്റ് ടു അവർ സ്പേസ്. നമ്മുടെ അതേ രീതികൾ തന്നെയാണ്, നമ്മുടെ അതേ സ്റ്റോറി ടെല്ലിംഗ് ആണ്, നമ്മുടെ അതേ കൈൻഡ് ഓഫ് റിലീജിയസ് ബിലീവ്സ് എല്ലാം ഉണ്ട് കുറെ സ്ഥലങ്ങളിൽ. അപ്പോ ദേ ഓൾ പ്രൊമോട്ടഡ് ഇൻ സച്ച് എ വേ ദാറ്റ് അവർ എന്താണോ ചെയ്യുന്നത്, അവരുടെ ആക്ച്വൽ സാധനങ്ങൾ എന്താണോ അതാണ് അവർ മാർക്കറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ദിസ് ഈസ് വാട്ട് ദ നെക്സ്റ്റ് തിങ്. കാരണം എല്ലാ സ്പേസുകളും നമ്മളിപ്പോ ഒരു റൂറൽ സെക്ടർ എടുക്കുകയാണെങ്കിൽ അതില് അഗ്രി ടൂറിസം എന്ന് പറയുമ്പോൾ ലൈക്ക് ദ പീപ്പിൾ വിൽ കം ഇൻ, രാവിലെ വരുന്നു ആ സ്ഥലത്തിനുള്ള ഇപ്പൊ ഒരു സ്പൈസ് പ്ലാന്റേഷൻ ആണെങ്കിൽ അവരവിടെ വന്നിട്ട് ആ സ്പൈസ് പ്ലാന്റേഷൻ ആണ് കാണുന്നു. ആൻഡ് ദേ ജസ്റ്റ് ഗോ ടു ദ നിയറസ്റ്റ് സ്റ്റേയിങ് ലൊക്കേഷൻസ്. അതല്ല ഫാം ടൂറിസം എന്ന് പറയുമ്പോൾ ദർ ഈസ് അക്കോമഡേഷൻ പ്രൊവൈഡഡ് വിത്തിൻ ദ സ്പേസ്. അപ്പോ ഇതിനെല്ലാം സസ്റ്റൈനബിളി നമുക്ക് അപ്രോച്ച് ചെയ്യാനും പറ്റും വിത്ത് ലെസ് കോസ്റ്റ്. അതാണ് ഞാൻ സ്പെഷ്യലി എന്താണ് ഇംപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ it is not necessarily that you have to have a big amount of money to start up a very good project. കാരണം നമ്മുടെ സ്ഥലത്തുള്ള നമ്മളെ സാധനങ്ങളെ നമുക്ക് പ്രോപ്പർ ആയിട്ട് നമുക്ക് പ്ലാറ്ററിൽ വെക്കാൻ പറ്റി കഴിഞ്ഞാൽ അക്കോമഡേഷൻസ് ആൻഡ് എവറിത്തിങ് ഈസ് ജസ്റ്റ് എ സ്മോൾ ഫ്രിൽ ദാറ്റ് വിൽ ആഡ് ടു ഇറ്റ്. പക്ഷെ അതിന്റെ ഒപ്പമുള്ള ഹോൾ എക്സ്പീരിയൻസിനാണ് ദ വാല്യൂ വിൽ ബി ആഡ്. ആൻഡ് വിത്തിൻ എ സ്പേസ് ഓഫ് ലൈക്ക് 25 to 50 cents easily they can generate a revenue to sustain that particular space with regards to farming എന്നുള്ളതാണ് I understood within the space. നമ്മൾ ഈ ചെയ്തിട്ടുള്ളതെല്ലാം മനസ്സിലാക്കിയെന്ന് വെച്ചാൽ everybody is getting benefited and maximum benefit ഉണ്ട്. And within like within 6 to 1 year time നിങ്ങളുടെ ബ്രേക്ക് ഈവൻ ഓൾറെഡി നടന്നിട്ടുണ്ടാവും. And whatever then you get is basically a good returns on your investment. അപ്പോ ആ ഒരു മോഡലാണ് ഞങ്ങൾ ഫോളോ ചെയ്തത്. ആൻഡ് ഇറ്റ്സ് റിയലി വർക്കിംഗ് ഫൈൻ.
And I would really appreciate some questions. In fact, if at all someone wants to know some kind of details. Rupesh. Hello. നിയാസ് കേൾക്കാമോ? കേൾക്കാണ്ട് റുബേജി. എനിക്കിപ്പോ വാട്സപ്പിൽ ഒരാൾ അയച്ചിട്ടുള്ള ഒരു ചോദ്യം, ഇത് ഈ ഒരു ക്യാമ്പിംഗ് ഒരു ഫാമിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് വരാവുന്ന കോസ്റ്റ് എത്രയാണ്? ഞാൻ പറയുന്നത് ട്രീയിലെ ക്യാമ്പിംഗ് മാത്രമല്ല, നോർമൽ ക്യാമ്പിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ഫാമിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ആൾ, ഒരു ന്യൂ എന്റർപ്രണർ ചെയ്യണമെങ്കിൽ ഇതിന് എത്ര കോസ്റ്റ് വരാം? ഒരു യൂണിറ്റിന് എത്ര വരും? എത്ര വരെ നമുക്കൊരു യൂണിറ്റിൽ കൊണ്ടുവരാനാവും? റുബേഷി, വിത്ത് റിഗാർഡ്സ് ടു ഒരു നമ്മളിപ്പോ ഞാൻ ബേസിക്കലി ഒരു ക്യാമ്പിംഗ് എന്ന് പറഞ്ഞിട്ട് ലെറ്റ്സ് നോട്ട് പുട്ട് അപ്പോൺ ദ ഇന്നോവേറ്റീവ് പ്രോഡക്ട്സ് ഓർ ദ ഹൈ എൻഡ് പ്രോഡക്ട്സ്. നമ്മളൊരു ക്യാമ്പിംഗ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് അപ്പ് ക്യാമ്പ്. ഐ മീൻ, ഇപ്പൊ നിങ്ങൾ ഒരു 25 സെന്റ് 30 സെന്റ് സ്ഥലങ്ങളിലുള്ളിൽ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഫാമിങ്ങോ അല്ലെങ്കിൽ ഒരു ഫിഷ് ഫാമോ അല്ലെങ്കിൽ ഒരു അനിമൽ ഹസ്ബൻഡറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻഫ്രാസ്ട്രക്ചറിൽ ചെയ്യുന്ന ഒരു സ്പേസ് ആണെങ്കിൽ, ഐ മീൻ വിത്ത് എൻ എക്സിസ്റ്റിംഗ് സ്ട്രക്ചർ ദാറ്റ് യു ഹാവ്, നമുക്ക് ചെറിയൊരു ബിൽഡിങ്ങോ അല്ലെങ്കിൽ നമുക്ക് ഒരു ഡൈൻ ഔട്ട് ചെയ്യാനോ അല്ല അവർക്ക് ഇരിക്കാനൊക്കെ ഒരു സ്പേസിന് പുറമെ ഒരു ടെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാക്സിമം സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറ്റ് വിൽ ഓൺലി കോസ്റ്റ് യു ലൈക്ക് എനിത്തിങ് അറൌണ്ട് 2 to 3 lakh rupees. അതിന്റെ മേലെ പോകില്ല. ജസ്റ്റ് ലൈക്ക് ടോക്കിംഗ് അബൌട്ട് വിത്ത് ദ കോൺസെപ്റ്റ് ഓഫ് ക്യാമ്പിംഗ്. ഓക്കെ, ആൻഡ് ദ ബെസ്റ്റ് തിങ് ഈസ് ലൈക്ക് ദ റിട്ടേൺസ് ഈസ് വെരി ഹൈ. കാരണം ഇതാ ഞാൻ പറഞ്ഞത്, റാദർ ദാൻ ജസ്റ്റ് ലൈക്ക് ഗിവിംഗ് യുവർ സ്പേസ് ഫോർ 500 രൂപയ്ക്ക് ഒരു സ്പേസ് കൊടുക്കുന്നതിന് പകരം യു സെൽ ഇറ്റ് ഫോർ 2500. ആഡ് കംപ്ലീറ്റ്. കാരണം അവർ വന്നത് മുതൽ തിരിച്ചു പോകുന്നത് വരെ നിങ്ങൾക്ക് ഒരു കംപ്ലീറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ആൻഡ് ഫാമേഴ്സ് ക്യാൻ ഡു ഇറ്റ് ബെസ്റ്റ്. അതാണ് ഞാൻ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോ അവിടെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ലൈക്ക് യു ആർ വിത്ത് ദ ഹോൾ ഫാമിംഗ് കമ്മ്യൂണിറ്റി. അവരോടൊപ്പം നിൽക്കുന്നു, അവരോടൊപ്പം എല്ലാ നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങൾ എന്താണോ നിങ്ങൾ പച്ചയായിട്ട് നിങ്ങൾ എന്താണോ, പീപ്പിൾ റിയലി ലവ് ഇറ്റ്. കാരണം അങ്ങനെ ഒരു സ്പേസിലേക്കാണ് ഇപ്പോഴത്തെ ടൂറിസത്തിന്റെ ഡെമോഗ്രഫി മാറിയിട്ടുള്ളത്. ഗോയിങ് ഗ്ലോബലി എല്ലാ ആൾക്കാരും ഓർഗാനിക് തിങ്സ് ലൈക്ക് സസ്റ്റൈനബിൾ തിങ്സ്, ആ ഒരു മൈൻഡ് സെറ്റ് വന്നിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഗുഡ് ഫോർ ദ ഗുഡ്നെസ്, ദ ബെസ്റ്റ് തിങ് ഈസ് ലൈക്ക് പീപ്പിൾ ആർ ലിറ്ററലി ലുക്കിംഗ് ടുവേർഡ്സ് ഇറ്റ്. ഇപ്പൊ ആരും ഒരു 5-star റിസോർട്ടോ അല്ലെങ്കിൽ ഒരു സ്വിമ്മിംഗ് പൂൾ ലൊക്കേഷൻസ് തപ്പിൽ നിർത്തി. കാരണം അവർക്ക് ഇപ്പൊ അത് ആവശ്യമില്ല എന്നുള്ള കോൺസെപ്റ്റ് ആയി. അവർക്ക് വേണ്ടത് വെച്ചാൽ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്ത സംഭവമാണ്. കാരണം ഇപ്പൊ വീട്ടിൽ തന്നെ ഇപ്പൊ നമുക്ക് എല്ലാവരുടെ വീട്ടിലും ജക്കൂസി ആയി, സ്വിമ്മിംഗ് പൂളും എല്ലാം ആയി. പക്ഷെ എല്ലാവരും ഇപ്പൊ നോക്കുന്നത് എന്താന്ന് വെച്ചാൽ ഇതൊന്നും കിട്ടാത്ത വേറൊരു ലൈക്ക് കാട് അല്ലെങ്കിൽ ലൈക്ക് കുറെ പച്ചപ്പ് അല്ലെങ്കിൽ കുറെ ഫാമിങ്, എന്താണ് സ്ട്രോബെറി ആണെങ്കിൽ അങ്ങോട്ട് തന്നെ എടുത്ത് തിന്നാൻ പറ്റുന്ന ഒരു സ്പേസ്, കൃഷി ചെയ്യണത് കാണാൻ പറ്റുന്ന ഒരു സ്പേസ്, അങ്ങനത്തെ ഒരു സ്പേസിലേക്ക് ഇപ്പൊ നമ്മുടെ ഒരു ട്രാവലേഴ്സിന്റെ ഒരു മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. സോ ടെക്നിക്കലി സ്പീക്കിംഗ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ within an investment of 2 to 3 lakh rupees you can easily start up. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഒരു പ്രോപ്പർ നല്ലൊരു ക്ലാസ്, അതായത് ഓൺ പാർ വിത്ത് ഗുഡ് ഓഫ് ദ ബെസ്റ്റ് ഹോട്ടൽ സെറ്റപ്പിലേക്ക് ആ ഒരു സെറ്റപ്പിലുള്ള പെട്ടെന്ന് നമുക്ക് ടെൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് വിച്ച് ക്യാൻ ടേക്ക് എ കപ്പാസിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 20 people ഒരു ദിവസം. ആൻഡ് ഐ ജസ്റ്റ് ഡോണ്ട് വോണ്ട് ടു ടോക്ക് അബൌട്ട് എക്കണോമിക്സ് നൗ, ബിക്കോസ് നമ്മളൊരു 20 ആൾക്കാരെ നമുക്ക് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, let's say a 50% occupancy in the whole month നിങ്ങൾക്ക് ഗ്രാൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ with your uniqueness, അതാണ് അവിടുത്തെ ഒരു major concern, that you should be having a uniqueness to selling the product. അപ്പൊ നിങ്ങൾ എന്താണോ ഒരു ചെയ്തത് ഭാര്യ വിളിച്ച് എല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം എന്താണോ നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം, നിങ്ങൾക്ക് ഫുഡിലാണോ നിങ്ങളുടെ മെയിൻ ഡു ദാറ്റ്, നിങ്ങൾക്ക് ഫിഷ് ഫാമിംഗിലാണോ നിങ്ങൾ ലൈക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ഡെലിവർ ദാറ്റ് തിങ് along with the ethnic cuisines and everything, deliver that particular experience. അങ്ങനെയാണെങ്കിൽ ഈസിലി യു കുഡ് മേക്ക് എ റവന്യൂ ഓഫ് എനിത്തിങ് അറൌണ്ട് 6 to 7 lakh rupees a month. ഒരു മാസത്തിൽ നമുക്ക് അത് ചെയ്യാൻ പറ്റും ഈസിലി. I mean, I'm talking about 50 to 60% of occupancy. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, ഐ തിങ്ക് ക്യാമ്പിംഗ് എന്ന് പറഞ്ഞതോ അല്ലെങ്കിൽ എനി ഓഫ് ദ ലൈക്ക് മൂവബിൾ ഓർ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ ഒരു ബെസ്പോ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ maximum you would like, I mean maximum can go up to any amount, but then minimum to minimum you can start a good camping site with 2 to 3 lakh rupees. I mean, I remember my first camping site in the first investment that I made was like around 4 lakh rupees. സൂര്യനെല്ലി ഹാരിസൺ മലയാളത്തിന്റെ ഉള്ളിലുള്ള ഒരു പ്രോപ്പർട്ടിയിലായിരുന്നു. അപ്പൊ അവിടെയാണ് ഞാൻ ഈ പറഞ്ഞത് 103 കൺട്രീസിലത്തെ ആൾക്കാരനെ
നമുക്ക് ഹോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, റൈറ്റ്? അതെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബീൻ ഓൾ സോൾഡ് ഓൺ എ ഹയർ വാല്യൂ. കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ദ ക്യാമ്പിംഗ് വാസ് ബീൻ ഡൺ ഫോർ 500 rupees 600 rupees ചെയ്യുന്ന സമയത്ത് വി ജസ്റ്റ് ആഡഡ് എക്സ്പീരിയൻസ് ടൂറിസം ആൻഡ് ലോക്കൽ കുസിൻ. അവിടുത്തെ നമ്മുടെ എസ്റ്റേറ്റിന്റെ ഉള്ളിലുള്ള പണിക്കാർ അവരുണ്ടാക്കുന്ന ഭക്ഷണം അവരുടെ വീട്ടിൽ കൊണ്ടുപോവുക, അവരുടെ വീട്ടിൽ നിന്ന് ചായ കുടിക്കുക, അവരുടെ വീടിന്റെ ഉള്ളിൽ കയറിയിരിക്കുക, ആൻഡ് ദെൻ ഓൺ ദ പ്രോസസ് നമ്മൾ ടീ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു കൊടുക്കുക. അപ്പൊ അതെല്ലാം ചെയ്യുമ്പോൾ we charge them 2,750 rupees per person. So this is what we charge. Apo the revenue is as good when it comes to the investment, like investment ratio nokumbo, the revenue is really good. And other one of the just like evolve, slowly what you do is like once you just get something, അതിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി നല്ലൊരു പ്ലാൻ ആക്കുക. ആൻഡ് മിനിമം സ്പേസുള്ള ഒരു 25 സെന്റിന്റെ ഒരു സ്ഥലത്തുള്ള കാര്യം ഞാൻ പറഞ്ഞത്, ലൈക്ക് ഡോണ്ട് സ്പോയിൽ ദ സ്പേസ് മച്ച്. നമുക്ക് മരങ്ങൾ ഉണ്ടെങ്കിൽ ദർ ഇസ് ഹൺഡ്രഡ്സ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഏർമാടങ്ങൾ ഉണ്ടാക്കാം വിത്ത് ദ ലോക്കൽ ടെക്നോളജി. അതായത് നിങ്ങൾക്ക് ആരെയും വലിയ വലിയ ആൾക്കാരിനെ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് പോസിബിലി നിങ്ങൾക്ക് ഒരു 7,000-8,000 രൂപക്ക് യു കുഡ് ഹാവ് മെയ്ഡ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ ഏർമാടം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 ആൾക്ക് 3 ആൾക്ക് താമസിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ 2 ആൾക്കും അല്ലെങ്കിൽ 3 ആൾക്ക് 4 ആൾക്ക് താമസിക്കാം, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു ഏർമാടങ്ങൾ. ഐ മീൻ ഐ സീൻ ഇറ്റ്. നമ്മളെ ഇടുക്കി സ്ഥലങ്ങളിലൊക്കെ ഇഷ്ടംമാതിരി ഏർമാടങ്ങളുണ്ട്. ഈവൻ നമ്മുടെ പാക്കം വില്ലേജില് ഒരു 15 ഏർമാടങ്ങളുണ്ട്. നമ്മുടെ ചെറിയാൻമല എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തില് ആനകളിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു 15 ഏർമാടങ്ങളുണ്ട്. ആൻഡ് ഐ ഹാഡ് ലൈക്ക് ലിറ്ററലി സോൾഡ് ഇറ്റ്. കാരണം നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോപ്പർട്ടി ഉണ്ട് ചെമ്പയിൽ. അപ്പൊ അവിടെ വരുന്ന ഗസ്റ്റോട് ഞങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റിന്റെ ഒപ്പം നിങ്ങൾക്ക് അവരുടെ ഫാമിങ്ങും അവരുടെ ഒപ്പം മീൻ പിടിക്കാൻ പോവാം. അവർ ഞണ്ട് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരും, പാൽ ഞണ്ട് പിടിച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പോൾ അവരുടെ ഇപ്പം ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവർ ആ ഏർമാടത്തിലേക്ക് കടന്നത്. ബിക്കോസ് പീപ്പിൾ റിയലി ഡസൻ ലുക്ക് ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് എ കംഫർട്ട്. കാരണം നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആഡ് ചെയ്യുമ്പോൾ ദേ ജസ്റ്റ് ലൈക്ക് ഗോ ബാക്ക്. അതാണ് വി ഷുഡ് ബി ഡൂയിങ്. എനിക്ക് തോന്നുന്നത് ലൈക്ക് ഐ മീൻ ഒബ്വിയസ്ലി ദ സേഫ്റ്റി കൺസേൺ ആൻഡ് എവറിഥിങ് ഈസ് എ മാറ്റർ, ബട്ട് ദെൻ വിത്ത് ഓൾ ദാറ്റ് സ്റ്റാൻഡേർഡ്സ് ലൈക്ക് കാരണം അവിടെ ആൾക്കാർ നോക്കണം. ഇപ്പൊ സേഫ്റ്റി കൺസേൺ എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാൽ ആ ട്രൈബൽ വില്ലേജ് ആൾക്കാരെ എന്ത് ചെയ്യുന്നുണ്ട്, അവരവിടെ കാവലിൽ നിൽക്കുന്നുണ്ട്, അവരവരിപ്പോൾ നിങ്ങളൊപ്പം ഉണ്ടാവും. സോ മോർ ദാൻ ദാറ്റ് യു ഡോണ്ട് നീഡ് എനി സേഫ്റ്റി, റൈറ്റ്? കാരണം നിങ്ങൾ അവിടുത്തെ ഒരാള് നിങ്ങളുടെ ഫാമിലി പോലെ നിങ്ങളുടെ ഒപ്പം വന്ന് നിൽക്കണം, ആൻഡ് അയാൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നു. അതാണ് അതിന്റെ ഏറ്റവും അറ്റ്മോസ്റ്റ് സേഫ്റ്റി എന്ന് പറഞ്ഞത്. So I think ഒരു 2 to 3 lakh rupees you could just simply start a very minimal design of camping. വളരെ minimal design and with high standards too. കാരണം അതൊക്കെ just small plugins ആണ്. And that plugins when it comes from the community അല്ലെങ്കിൽ from the farmers അല്ലെങ്കിൽ from the people who's hosting it makes a complete big difference. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്പേസിലാണ് നിങ്ങൾ അവരെ ഇതാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലാണ്. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് intention is the farm, and then comes the guest, and you're like literally putting that bridge between the guest and your farm to experience the whole space. Appo adinu velliyoru experience illa, adinu velliyoru like there is nothing concerned about the safety thing. And again ipo nammal parna pole thanne with regards to nammade certifications or allengi with regards to nammale rules and regulations. When everything is set up, I think that is the whole bylaw says. എല്ലാ കാര്യങ്ങളും സെറ്റപ്പ് ചെയ്ത് there is a basic training that you have to go through with regards to first aid. ലൈക്ക് അതിപ്പോ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രിയിലും അങ്ങനെ തന്നെയാണ്. ഒരു ഫസ്റ്റ് എയ്ഡിന് എന്തെങ്കിലും ഒരു ചെയ്യാനുള്ള ഒരാളുണ്ടാവും, ആൻഡ് ദാറ്റ് ക്യാൻ ബി ഗിവൺ ഔട്ട് ഫ്രോം എ ലോക്കൽ ഗവൺമെന്റിന്റെ ആ ലോക്കൽ സ്പേസ് ലോക്കൽ പഞ്ചായത്തിന് ആ ഒരു ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റുന്നുണ്ട്. ലൈക്ക് ഐ മീൻ ഇപ്പോ we were like I was like reading നമ്മുടെ കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു പാലക്കാട് പോത്തുണ്ടി ഏരിയയിൽ they are doing wilderness first aid certification, first certificationനുള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. and it is very easy and it is like ആർക്കും accessible ആണ്. it is very less fees. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങളുടെ ഗസ്റ്റ് വരുന്ന സമയത്ത് ദിസ് ഓൾ മാറ്റേഴ്സ്. കാരണം നിങ്ങൾ ഒരു അട്ട കടിച്ചു എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരുടെ പാനിക് ആക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഒരു സയന്റിഫിക്കൽ അപ്രോച്ചിൽ നിങ്ങൾ തന്നെ അപ്രോച്ച് ചെയ്യുമ്പോൾ people also feel safe. അപ്പൊ ഇറ്റ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ലൈക്ക് 200-300 rupees to get a certification done. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാനോ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് ചെയ്യാനോ ഇറ്റ് ഈസ് വെരി ചീപ്പ് കമ്പയർഡ് ടു ദ ഇൻഫ്രാസ്ട്രക്ചർ വിച്ച് ഈസ് ഓൾറെഡി ഇൻ കേരള. അപ്പൊ അതാണ് ഞാൻ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഓവർ ടു യു രൂപേഷ് ജി. Okay.
നമ്മുടെ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ചൊരു ധാരണ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഈ ഫാം ഹൗസസിൽ അല്ലെങ്കിൽ ഫാം യൂണിറ്റുകളിൽ, ഫാം ഹൗസ് എന്ന് പറയുന്നത് വലിയ സംവിധാനമാണെന്നറിയാം, ഫാമിംഗ് യൂണിറ്റുകളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്ന അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് നിയാസ്ജിയുടെ അഭിപ്രായത്തിൽ? അത് എങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ കഴിയും? ഞാൻ പറയുന്നത് ക്യാമ്പിംഗ് മാത്രമല്ല, അല്ലാതെ ഇപ്പോ ഫോർ എക്സാമ്പിൾ സിപ്പ് ലൈൻസ് നമുക്ക് കൊണ്ടുവരാനാവുമോ? അത്തരം ബോട്ടിംഗ് പോലുള്ള കാര്യങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരാൻ കഴിയുന്നതിനെ കുറിച്ചും, എക്സ്പീരിയൻസസ് ഫിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നത്, നമ്മുടെ വെജിറ്റബിൾ പ്ലക്കിംഗ്, ഫ്രൂട്ട് പ്ലക്കിംഗ് തുടങ്ങിയ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് നൽകുന്നത്, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഒരു എന്റർപ്രണർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് നിയാസ്ജി നോക്കുമ്പോൾ അതിനൊരു സാധ്യതയുണ്ടോ? കാരണം ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇവരെ ഇതിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ച്. മറ്റൊന്ന്, തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര നാളൊരു ടെന്റ് ലാസ്റ്റ് ചെയ്യും എന്നൊരു ചോദ്യം വരുന്നുണ്ട്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, നമ്മൾ ഗ്രൗണ്ടിൽ ചെയ്യുന്ന ക്യാമ്പിങ്ങിനെ സംബന്ധിച്ച് ടോയ്ലറ്റ് കോമൺ ആയിട്ടാണോ കൊടുക്കുക തുടങ്ങിയ ചോദ്യം. with regards to ഈ പറഞ്ഞ the life expectancy of a tent എന്നുള്ളത്, it depends again the quality of the product. അപ്പൊ ഞാൻ ഈ പറഞ്ഞ എമൗണ്ട്, ഈ ഒരു സ്പേസിൽ ഈ പറഞ്ഞ ഒരു ലൈക്ക് the value of the money investment 2 to 3 lakh rupees എന്നൊക്കെ പറഞ്ഞാൽ you would get a good quality tent and even makeshift toilets. കാരണം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്, ഇപ്പൊ നമ്മൾ സ്റ്റിംഗ്രേ ട്രൈബ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഉള്ള ഒരു ടോയ്ലറ്റ് ഉണ്ട്. ഐ മീൻ രണ്ടും വെച്ചാൽ എങ്ങനെ ഞങ്ങൾ ഈ ടോയ്ലറ്റിനെ എക്കോ ഫ്രണ്ട്ലി ആക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് നമ്മൾ ലീവ് നോട്ട് ട്രേസ് എന്നുള്ള കോൺസെപ്റ്റിലാണ് നമ്മൾ ആ ക്യാമ്പിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ അത് എങ്ങനെ ആക്കാൻ പറ്റും എന്നുള്ള വെച്ചാൽ സിംപ്ലി ഞങ്ങൾ ഫോളോ ചെയ്ത മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ട്രൈബൽ കമ്മ്യൂണിറ്റി ചെയ്യുന്ന കാട്ടുകല്ല് വെച്ചിട്ടുള്ള പോറസ് റോക്സ് വെച്ചിട്ടുള്ള വാൾസ് ആണ്. അത് ചെറിയൊരു പിറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ പോറസ് വാൾസ് വെച്ച്, പോറസ് കല്ലുകളുണ്ട്, വലിയ ഉരുളൻ കല്ലുകൾ, നമ്മുടെ കുറച്ച് സാൻഡ് സ്റ്റോൺ പോലത്തെ കല്ലുകൾ അടുക്കി വെച്ചിട്ട്, ആൻഡ് വാട്ട് എവർ ഗോസ് ഇൻ, അതിനുള്ളിൽ പോണ വേസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ലീച്ച് പിറ്റിന്റെ ആവശ്യമില്ല. ദിസ് റോക്സ് ആക്ച്വലി സക്സ് ഇൻ ദ ഹോൾ വാട്ടർ ആൻഡ് ബാക്കിയുള്ള മെന്യൂർ, മറ്റേ നമ്മുടെ വേസ്റ്റ്, ഹ്യൂമൻ വേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗെറ്റ് റൈസ് ഓഫ് ഇൻ ദ ഫ്ലോർ ആൻഡ് സോ സ്ലോലി ഡിസിൻറ്റഗ്രേറ്റ്സ് വിത്ത് സോയിൽ. അപ്പോ ഇതിലെല്ലാം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ജസ്റ്റ് ഗീവ് ലൈക്ക് നേച്ചർ ടു നേച്ചർ അപ്രോച്ച് ഇൻ ദ ബിൽഡ്, നമ്മൾ അതാണ് നമ്മൾ വി ആർ ലിറ്ററലി ഫോളോയിങ് ദ ടാങ്ക്സ് ആൻഡ് എവറിത്തിങ്. അപ്പൊ നമ്മൾ ഒരു പ്ലാസ്റ്റിക്കിന്റെ വലിയൊരു കണ്ടെയ്നർ കൊണ്ടേ കുഴിച്ചിട്ട് നമ്മൾ അതിനുള്ള കയറ്റിയിടുന്നു. അപ്പോ ഇതെല്ലാം നമ്മൾ വെച്ചാൽ ആ ഒരു സ്പേസിനെയും നമ്മൾ ആ ഒരു ഏരിയനെയും നമ്മൾ നശിപ്പിക്കുകയാണ്. ബിക്കോസ് വി ആർ പുട്ടിങ് അപ്പ് എ ടാങ്ക്, ഒരു ലീച്ച് പിറ്റ് ഉണ്ടാവണം, ബിക്കോസ് ഇറ്റ് ഈസ് കോൺക്രീറ്റ്, അഗൈൻ ഇറ്റ് ഈസ് സീൽഡ് വിത്ത് കോൺക്രീറ്റ് വാൾസ്. അപ്പൊ ഇതെല്ലാം നമ്മുടെ അടുത്ത് ഉണ്ട്, നമ്മൾ ഈ പറഞ്ഞ എല്ലാ ടെക്നോളജിയും നമ്മുടെ കയ്യിലുണ്ട്. സോ ഈവൻ യു ക്യാൻ ഗീവ് ഇൻഡിവിജ്വൽ ടോയ്ലറ്റ്സ് ടു ഈച്ച് ടെൻസ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫ് എക്സ്പെക്ടൻസി ഓഫ് ദ ടെന്റ് എന്ന് പറഞ്ഞു, ഇറ്റ് അഗൈൻ ഈസിലി യു ക്യാൻ റൺ ദ ടെൻസ് ഫോർ അറ്റ്ലീസ്റ്റ് നെക്സ്റ്റ് 2 years അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 3 year പീരിയഡ്. കാരണം നമുക്ക് ഗസ്റ്റ് വരുന്ന സമയത്തേക്ക് ഇറ്റ് ഈസ് ഈസിലി പിച്ചബിൾ ആണ്. അത് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു 15 മിനിറ്റിൽ നമുക്കൊരു ടെന്റും ബെഡും എല്ലാ കാര്യങ്ങളും അതിനുള്ള സൗകര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സമയത്ത് നമ്മൾ മടക്കുക, എടുത്തു വെക്കുക, ഉള്ളിൽ കയറ്റി വെക്കുക. സോ വി ആർ നോട്ട് ലിറ്ററലി സ്പോയിലിംഗ് ദ സ്പേസ്. അത് വെയിൽ തന്നെ കിടക്കണം നിർബന്ധമല്ല ഒന്ന്. സോ എനിവേ ഒരു 3 കൊല്ലം മാക്സിമം നമുക്ക് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ അഗൈൻ വിത്ത് ദ പ്രോഡക്റ്റ്, ലൈക്ക് ഇപ്പൊ ഞാൻ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു കർലാട് ലേക്കിന്റെ ഉള്ളില്, വയനാട്ടിൽ തന്നെ കർലാട് ലേക്കിലുള്ള ടെന്റുകൾ. ആൻഡ് വി സ്റ്റാർട്ടഡ് ഇറ്റ് ഇൻ 2014. 2014 I kind of supplied that particular material to them, and it's still date it is standing there. But then there was like multiple alkar there was like stakeholders in it, and the auction tender കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. But with regards to the life expectancy, it is still lying there. It is still okay, just give a wash and it is clean. And our tent എന്ന് പറഞ്ഞത് it was like anything around 30,000-35,000 rupees ഒരു ടെന്റിന്. അപ്പോൾ ആ ടെന്റിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു ഫാമിലിനെ വേണമെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ടോയ്ലറ്റ് ഉണ്ട്, ആൻഡ് അതിലൊരു ഫാമിലിനെ അക്കോമഡേറ്റ് ചെയ്യാം.
പ്ലസ് നിങ്ങൾക്ക് ഒരു 10 ബാച്ചിലേഴ്സിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് പാഡ് ആക്കി മാറ്റാം. അപ്പോൾ ഒരു 4 ടെന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി അക്കോമഡേറ്റ് അറൌണ്ട് 15 to 30 പീപ്പിൾ പ്രോപ്പർലി. നിങ്ങൾ ഒരു 8 പേർക്ക് വെച്ചിട്ട് ഒരു ടെന്റിനുള്ളിൽ കയറി പോവാം. ഇനി ഫാമിലീസ് ആണെങ്കിൽ അല്ല അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാൻ ഹാൻഡിൽ 1 ബിഗ് ഫാമിലി ഇൻ ഇറ്റ്. അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ യു വുഡ് ഹാവ് അറ്റ്ലീസ്റ്റ് 3 years of life expectancy on the tent. And now when it comes to adventure tourism, അപ്പോൾ എനിക്ക് തോന്നുന്നു ലൈക്ക് ദാറ്റ് ഈസ് ഓൾസോ an added thing. കാരണം നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ട ഒരു സ്പേസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിത്തിൻ യുവർ പ്രോപ്പർട്ടി നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് ഉള്ളത്, മരങ്ങളുണ്ടെങ്കിൽ യു ക്യാൻ ഡു എ ഹൈ റോപ്പ് കോഴ്സ്. വെറുതെ ഒന്നും വേണ്ട, നിങ്ങൾ താഴത്തു നിന്ന് നിങ്ങൾ പക്ഷികൾ നിൽക്കുന്ന പോലെ മരങ്ങളുടെ മുകളിൽ കൂടെ നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, താഴത്തുള്ള വ്യൂസ് കാണാം. റൈറ്റ്, ഇഫ് നിങ്ങൾക്ക് ഒരു വ്യൂ പോയിന്റ് ഉള്ള ഒരു സ്ഥലങ്ങളാണെങ്കിൽ ഈവൻ ഒരു 45-50 വയസ്സുള്ള ആൾക്കാർക്ക് പോലും നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള നിങ്ങൾക്ക് കാനപ്പി വാക്ക് ഉണ്ടാക്കാൻ പറ്റും. അതായത് ഒരു 50 സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ 60 സെന്റ് സ്ഥലമുള്ള ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു 15 മരം ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് അറ്റ്ലീസ്റ്റ് ലൈക്ക് 200 rupees per person. ആ മരങ്ങളുടെ മുകളിൽ കൂടെ മാത്രം നിങ്ങൾക്ക് ഒരു കാനപ്പി വാക്ക് ഉണ്ടാക്കിയാൽ മതി. ആൻഡ് ഇതെല്ലാം പ്രാക്ടീസ്ഡ് ആണ്. ദിസ് ഈസ് ഓൾ അറൌണ്ട് ദ വേൾഡ്. കാരണം നമ്മുടെ അടുത്തേക്ക് എന്തെന്ന് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലി ദ എക്സ്പെർട്ടൈസ് പീപ്പിൾ ഗോട്ട് ഇൻ ടു ദിസ് സ്പേസ്. ഇപ്പൊ നിങ്ങൾ US അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിപ്പ് ലൈൻ കിറ്റ് നിങ്ങൾക്ക് സ്വന്തം വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് സ്വന്തം ഒരു 100 മീറ്ററിന്റെ സിപ്പ് ലൈൻ കിറ്റ് അല്ലെങ്കിൽ 60 മീറ്ററിന്റെ സിപ്പ് ലൈൻ കിറ്റ് നിങ്ങൾ കംപ്ലീറ്റ് കിറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ആൻഡ് അതിൽ പ്രോപ്പർ മാനുവൽസ് ഉണ്ടാവും നിങ്ങൾക്ക് എങ്ങനെ ഇത് സെറ്റ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം. ആൻഡ് എനിവേ ഇറ്റ് ഈസ് EU സർട്ടിഫൈഡ് ആണ്. കാരണം എല്ലാ പ്രൊഡക്റ്റുകളും ആ ഒരു കിറ്റിൽ വരുന്ന എല്ലാ പ്രൊഡക്റ്റുകളും യൂറോപ്യൻ യൂണിയൻ സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ്. ആൻഡ് ആ പ്രോഗ്രാം ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം, അയാൾക്ക് ഒരു ബേസിക് ഒരു അഡ്വഞ്ചർ സേഫ്റ്റി അത് ഓൾറെഡി കിഡ്സ് ഈസ് ഡൂയിങ് ഇറ്റ്. ഇൻഫാക്ട് KPTS ഈസ് ഡൂയിങ് ഇറ്റ്. എന്തെന്ന് വെച്ചാൽ ഒരാളിന് 2 ആൾക്കാരെ നിങ്ങൾ പ്രൊമിനന്റ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാണെങ്കിൽ നിങ്ങളുടെ മക്കള്, അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിയർ ബൈ ആൾക്കാര്, ആ ഒരു സ്പേസിന്റെ ഉള്ളിൽ തന്നെ യു ജസ്റ്റ് ഗെറ്റ് യുവർ ട്രെയിനിങ് ആൻഡ് എവറിത്തിങ് ഈസ് സോർട്ടഡ് ഔട്ട്. കാരണം സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇതാണ്. കാരണം ഒന്ന് നിങ്ങളുടെ കയ്യിലുള്ള എക്യുപ്മെന്റ്സിന്റെ സർട്ടിഫിക്കേഷൻസ് എന്താണ്. അപ്പൊ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സർട്ടിഫിക്കേഷൻസ് എന്താ വെച്ചാൽ വെൻ യു ബൈ എ പ്രോഡക്റ്റ്, ലെറ്റ്സ് സേ നമ്മളിപ്പോ സിപ്പ് ലൈനിന് ഉപയോഗിക്കുന്ന ആ പുള്ളി നിങ്ങൾ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിൽ ഓൾറെഡി EU സർട്ടിഫൈഡ് ആണ്. അതിന്റെ ബ്രേക്ക് ലോഡ്, അതിന്റെ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അതിന്റെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വാങ്ങുന്ന കേബിൾ, ആ കേബിൾ ഓൾറെഡി അതിന്റെ ബ്രേക്ക് ലോഡ് സ്ട്രെങ്ത്തും എല്ലാം സർട്ടിഫൈ ചെയ്തിട്ട് നിങ്ങൾക്ക് തരുന്ന ഒരു സർട്ടിഫിക്കറ്റ്, അതും നിങ്ങൾ കളക്ട് ചെയ്യുക. അതെല്ലാം ക്യുമുലേറ്റീവ് ആയിട്ട് കളക്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ സൈറ്റിൽ ആരാണോ അത് റൺ ചെയ്യണ ഒരാൾ, 1-2 ആൾക്കാർ, ഇപ്പൊ സിമ്പിളി ഒരു 50 മീറ്ററിന്റെ സിപ്പ് ലൈൻ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ആൾക്കാർ മതി. ബട്ട് നമ്മൾ അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നുള്ളൂ. കാരണം ഇറ്റ് ഈസ് നോട്ട് കോംപ്ലിക്കേറ്റഡ്. കാരണം ഞാൻ പറഞ്ഞത് അതാണ്. കാരണം പുറമേത്തെ കൺട്രിയിൽ നിങ്ങൾക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീടിന്റെ ബാക്കിൽ ഒരു സിപ്പ് ലൈൻ ഇടാനുള്ള കിറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ആ ഒരു കൾച്ചർ നമ്മൾ എത്തി പോകണമെങ്കിൽ പോസിബിൾ ചെയ്യുക. കാരണം ഇപ്പൊ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഈ ഒരു ഫോക്കസ് കാരണം ദീസ് ഓൾ തിങ്സ് വിൽ ഹാപ്പൻ. കാരണം ഇതൊരു ഹ്യൂജ് മാർക്കറ്റാണ്. നിങ്ങൾ ഓൺലൈനിൽ ആമസോണിൽ പോയി കഴിഞ്ഞാൽ സിപ്പ് ലൈൻ കിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കേബിൾ എല്ലാ സാധനവും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അത് നമുക്ക് ഇവിടെ കിട്ടില്ല. കാരണം ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ സർട്ടിഫിക്കേഷൻ. കാരണം നമ്മൾ ഇതും കൂടി ആലോചിക്കണം, അറൌണ്ട് ദ വേൾഡ് ബാക്കിയുള്ള എല്ലാ കൺട്രീസിലും നമ്മളെല്ലാവരും EU സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും, യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയും. ആ യൂറോപ്യൻ യൂണിയൻ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് വെച്ചാൽ ബിക്കോസ് ദേ ആർ കൺസേൺഡ് അബൌട്ട് ദ സേഫ്റ്റി വെരി മച്ച്. നമുക്ക് കേരളത്തിൽ ഇന്ത്യയിൽ നമുക്ക് മാനുഫാക്ചേഴ്സ് ഇല്ല ഈ സിപ്പ് ലൈനിന്റെ പ്രൊഡക്ട്സിൽ പുള്ളീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. കുറച്ച് ആൾക്കാർ കപ്പി കയറൊക്കെ വെച്ച് ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ പ്രോപ്പർ വേ ബിക്കോസ് അതിൽ ടെസ്റ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുന്നത്. ഈ പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എല്ലാ സർട്ടിഫിക്കേഷൻസും വന്നു. ആൻഡ് അതാണ് ഞാൻ അടുത്തതും പറഞ്ഞു, ജസ്റ്റ് ടു പുട്ട് അപ്പ് എ സിമ്പിൾ 100 meter സിപ്പ് ലൈൻ ഇറ്റ് വിൽ കോസ്റ്റ് യു 3 lakh rupees. സിംപ്ലി നിങ്ങൾക്ക് ഒരു 2 മരങ്ങളുണ്ടോ ആൻഡ് നിങ്ങൾക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ, ഒരു മേലെ ഒരു പ്ലാറ്റ്ഫോം അടിക്കാൻ, അല്ലെങ്കിൽ ഒരു മോളിലേക്ക് ലോഞ്ച് ചെയ്യാനുള്ള ഒരു പാഡും റിസീവ് ചെയ്യാനുള്ള ഒരു പാഡും, അത് മാത്രം. പിന്നെ എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഒരു സാഗ് ലൈൻ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി സിമ്പിൾ ടെക്നിക്. ആൻഡ് ദെൻ യു ആഡ് ഓൾ ദീസ് സർട്ടിഫിക്കറ്റ്സ് ടുഗദർ. എല്ലാ സാധനങ്ങളും വാങ്ങുള്ളൂ, അതിന്റെ ഒപ്പം തന്നെ അതിന്റെ EU സർട്ടിഫിക്കേഷൻ പേപ്പർ കിട്ടും, അതിന്റെ എല്ലാ പേപ്പറുകളും കിട്ടും. അതെല്ലാം അറ്റാച്ച് ചെയ്യുക ആൻഡ് ഗെറ്റ് ദ സർട്ടിഫൈഡ് പേഴ്സൺ. ലൈക്ക് നിങ്ങൾ ജോലിക്ക് എടുക്കാനുള്ള ഉദ്ദേശിക്കുന്ന ആൾക്കാരനെ എന്ത് ചെയ്യുക, അവർക്ക് ഒരു ബേസിക് ട്രെയിനിങ് കൊടുക്കുക. അതിപ്പോ KPTS ചെയ്യേണ്ട, കിഡ്സ് ചെയ്യേണ്ട, അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അടിയിൽ തന്നെ ദർ ഇസ് ലൈക് ട്രെയിനിങ് സെന്റേഴ്സ് ഹാപ്പനിങ് എവറി ഡേ now. എല്ലാ ദിവസങ്ങളിലും ദേ ആർ ലൈക് ഡിക്ലയറിംഗ് ട്രെയിനിങ് സെന്റേഴ്സ്. അപ്പൊ അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ then it is like completely sustainable product. ലൈക്ക് നിങ്ങൾ വരുന്ന ആ ഒരു സ്പേസിന്റെ ഉള്ളിലേക്ക് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസസ് കൊടുക്കാനുള്ള ഒരു ഈസി പ്രൊവിഷൻ ആണ് അത്.
So there is no big certifications. If adventure tour operators of India അവരുടെ certifications, and it is very easy to get the certifications. കാരണം എല്ലാവരും പേടിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സർട്ടിഫിക്കേഷൻ കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതാണ്. അപ്പൊ സർട്ടിഫിക്കേഷനിൽ ഒരു ഏറ്റവും വലിയ തെറ്റ് കാരണം ഒന്നുമില്ല. എല്ലാ സാധനങ്ങളിലും അതിന്റെ ഒപ്പം വാങ്ങുന്നതിന്റെ കിറ്റിന്റെ ഒപ്പം തന്നെ അതിന്റെ സർട്ടിഫിക്കേഷൻ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ആ സർട്ടിഫിക്കേഷൻ അറ്റാച്ച് ചെയ്യുക, നിങ്ങളുടെ റൺ ചെയ്യുന്ന ആളുടെ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്സും അറ്റാച്ച് ചെയ്യുക. ദാറ്റ് ഈസ് ഓൾ നീഡഡ് ടു ഡു എനി കൈൻഡ് ഓഫ് അഡ്വഞ്ചർ ടൂറിസം വിത്തിൻ എ സ്മോൾ സ്പേസ്. താങ്ക് യു. അതില് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പറയുന്ന സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ നമ്മുടെ ആളുകൾക്ക് വല്ലാതുണ്ട്. അത് മുൻകാലത്തെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ്. റെസ്പോൺസിബിൾ ടൂറിസത്തിന്റെ ഒരു നിലപാട് സർട്ടിഫൈഡ് ആയി തന്നെ എല്ലാവരും ആരംഭിക്കണമെന്നാണ്. കാരണം നമ്മൾ സംസാരിക്കുന്നത് റെസ്പോൺസിബിൾ ടൂറിസമാണ്. ഗസ്റ്റിന്റെ ലൈഫ് വെച്ച് കളിക്കാൻ കഴിയില്ല. അതാണ് കേരളത്തിന്റെ റെസ്പോൺസിബിൾ ടൂറിസം പോളിസി പറയുന്നത്. സേഫ്റ്റി ആസ്പെക്റ്റിൽ മറ്റൊരുപാട് കാര്യം പറയുന്ന പോലെ തന്നെ സേഫ്റ്റി ആസ്പെക്റ്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നിലപാടാണ്. അതിന്റെ ഭാഗമായിട്ടാണ് KITPS കൊണ്ട് നമ്മൾ ഈ ഗൈഡ് ലൈൻ, ഞാൻ ഉൾപ്പെടെ ഇരുന്നാണ് ഗൈഡ് ലൈൻ എഴുതി ഉണ്ടാക്കുന്നത്, ഗൈഡ് ലൈൻ തയ്യാറാക്കി അതിന്റെ ക്ലാസിഫിക്കേഷൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഇവിടെ ഇപ്പോഴും ഞാൻ ഇത് നിയാസ് ജിയോടുള്ള ചോദ്യമല്ല, പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ സർട്ടിഫിക്കേഷൻ ആര് നടത്തും. സർട്ടിഫിക്കേഷന് ഈ പരിശീലനം കഴിയുമ്പോൾ ഫിസിക്കലി അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ ആക്ടിവിറ്റീസിന് ഇതിൽ നിന്ന് താല്പര്യമുള്ളവർ, ഇപ്പൊ ഇതിൽ തന്നെ എല്ലാവരും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരല്ല. ഇപ്പൊ ക്യാമ്പിംഗ് ചെയ്യണമെന്നുള്ളവർ, അതുപോലെ തന്നെ സിപ്പ് ലൈൻ ആരംഭിക്കണമെന്നുള്ളവർ, മറ്റ് പല വിധത്തിലുള്ള ആക്ടിവിറ്റീസ് ചെയ്യണമെന്നുള്ളവർക്ക് റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ പരിശീലനം നൽകും. ആ പരിശീലനം എന്ന് പറയുന്നത് അവിടുത്തെ ജീവനക്കാർക്ക് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന പരിശീലനം കൊടുക്കുമെന്നല്ല പറയുന്നത്. അതിന് പ്രത്യേകം സർട്ടിഫൈഡ് കോഴ്സ് ഉണ്ട്. ഞാൻ പറയുന്നത് സംരംഭകരായി വരാൻ ആഗ്രഹിക്കുന്നവർ ഇതിലുണ്ടെങ്കിൽ അവർ ഇതിൽ ആവശ്യമുന്നയിച്ചാൽ, രേഖാമൂലം ഒരു ആവശ്യം ഉന്നയിച്ചാൽ, ഒരു ജില്ലയിൽ ഒരു 15-20 ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു പരിശീലനം നൽകാനാവും. ഇപ്പൊ നമ്മൾ പലതും ഇതിനകത്ത് ഫോട്ടോ കാണാത്തതുകൊണ്ടും വീഡിയോ കാണാത്തതുകൊണ്ടും കുറച്ച് ആളുകൾക്ക് ഇപ്പോഴും ക്യാമ്പിംഗ് എന്താണെന്ന് പിടികിട്ടാതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പടം കാണിക്കാമോ, വീഡിയോ കാണിക്കാമോ? അത് അവരുടെ തെറ്റല്ല. കാരണം പുതുതായി വരുന്ന ഓൺടർപ്രണേഴ്സ് എന്നുള്ള നിലയിൽ അവർക്ക് ഇത് മനസ്സിലാവണമെന്നില്ല. സിപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളിൽ ആർക്കൊക്കെയാണോ ടെന്റ് ക്യാമ്പിങ്ങിനെ കുറിച്ച്, അഡ്വഞ്ചർ ടൂറിസം ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു പരിശീലനം വേണ്ടത്, അത് 2-3 ദിവസം കൊണ്ട് നമ്മൾ അതിനുള്ള നിയമങ്ങൾ പഠിപ്പിക്കാം, പരിശീലനം നൽകാം. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നൽകുന്നത് റെസ്പോൺസിബിൾ ടൂറിസം മിഷനെ ഏൽപ്പിച്ചാൽ, അതിന്റെ നിയമപരമായ കാര്യങ്ങളെല്ലാം പാലിച്ചിട്ട് ഏൽപ്പിച്ചാൽ, അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റിയെ കൊണ്ട് അതിന്റെ ലൈസൻസിങ് പ്രൊസീജിയർ നമ്മൾ എടുത്തു നൽകാം. അതാണല്ലോ RT മിഷന്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ. നിയാസ് ജിക്ക് അറിയാമല്ലോ, മുൻകാലങ്ങളിൽ ഒരു ലൈസൻസിങ്ങിലേക്ക് പോകണമെങ്കിൽ ആളുകൾ അത് കേട്ടിട്ട് തന്നെ പേടിച്ച് ഓടിക്കളയും. പിന്നീട് ഇനി ഈ വഴി ഞങ്ങൾ വരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടുന്ന അവസ്ഥയായിരുന്നു. അത് മാറി. അപ്പോ ഹോം സ്റ്റേയുടെ കാര്യത്തിലും ഗൃഹസ്ഥലിയുടെ കാര്യത്തിലും സർവീസ് സിവിലിയുടെ കാര്യത്തിലും നമ്മളിപ്പോൾ എടുക്കുന്ന നിലപാട് ഇതാണ്. ആർക്കാണോ പരിശീലനം വേണ്ടത് ആ പരിശീലനം കൊടുക്കുന്നു. ഇതിപ്പോ നമ്മളെല്ലാം ക്ലബ് ചെയ്താ കൊടുക്കുന്നത്. ഇൻ ഡീറ്റെയിൽ പരിശീലനം വീണ്ടും വേണമെങ്കിൽ ആ പരിശീലനം നമ്മൾ കൊടുക്കും. ആ പരിശീലനത്തിന് ശേഷം, പക്ഷെ പരിശീലനം കഴിഞ്ഞിട്ട് സ്ഥലം വിടുക എന്നുള്ളതല്ല, പരിശീലനത്തിന് ശേഷം അവർ ആപ്ലിക്കേഷൻ നൽകിയാൽ, ആ ആപ്ലിക്കേഷൻ നമുക്കാണ് നൽകുന്നതെങ്കിൽ, ആപ്ലിക്കേഷൻ എന്താണ്? ഹോം സ്റ്റേ ലൈസൻസിനുള്ള ആപ്ലിക്കേഷൻ അല്ല, ഞങ്ങൾ ഇങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ഇടപെട്ട് ഇത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്കൊരു റിക്വസ്റ്റ് നൽകിയാൽ ഈ പരിശീലനത്തിൽ നിന്ന് വന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യും. കാരണം ഇതിനൊരു പരിശീലനം പൂർത്തിയാക്കി ഒരു സർട്ടിഫിക്കറ്റ് നൽകും, സെപ്പറേറ്റ് പരിശീലനം വേറെയും നൽകും. ഇതിന്റെ തുടർച്ചയിൽ അവരുടെ ലൈസൻസിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന ഏത് പ്രശ്നവും റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ ഇടപെട്ട് പരിഹരിക്കും. അത് ഞാൻ വളരെ കൃത്യമായി പറയുകയാണ്. പലരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പെർമിഷൻ കൊടുക്കാതിരിക്കുമോ, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലും പറഞ്ഞു. നമ്മളെ സംബന്ധിച്ച് പല മുൻ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാവും ആളുകൾ ചോദിക്കുന്നത്. ആ മുൻ അനുഭവങ്ങൾ മാറിയതിന്റെ സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പ്രോഗ്രാം എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി വരുന്ന കാര്യങ്ങൾ ഇൻഡിവിജ്വലായി പരിഹരിക്കേണ്ടത് നമ്മൾ ആ തരത്തിൽ ഇടപെടും. ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ പരിഹരിക്കേണ്ടത് ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനാവും. ഏത് DTPC ആണോ DD ആണോ, ഏത് ലെവലിലാണ് പരിഹരിക്കേണ്ടത് അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. RT മിഷന്റെ കോർഡിനേറ്റർമാർ, സ്റ്റേറ്റ് RT മിഷൻ ടീം പൂർണ്ണമായി അതിൽ ഇടപെടും. അപ്പൊ പരിശീലനത്തെക്കുറിച്ചോ ലൈസൻസിങ് പ്രൊസീജിയറിനെ കുറിച്ചോ ഇതിൽ പങ്കെടുക്കുന്നവർ ഭയപ്പെടേണ്ടതില്ല. ഇൻഡിവിജ്വലായി പരിശീലനം ആവശ്യമുള്ളവർക്ക് സ്പെസിഫിക് ആയി, ഇപ്പൊ നിയാസ് ജി സംസാരിച്ച കാര്യങ്ങളും കഴിഞ്ഞ ദിവസം ഗീതു മോഹൻദാസ് സംസാരിക്കുന്നതും, ഇനിയിപ്പോ ഇതിൽ തന്നെ നമ്മുടെ കിരണിനെ പോലുള്ള നിരവധി പേർ ക്യാമ്പിംഗ് ചെയ്യുന്ന ആളുകൾ ഇതിൽ തന്നെ ഉണ്ട്. ഇവരെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ വിപുലമായ പരിശീലന പരിപാടിയിലേക്ക് പിന്നീട്
പോവും. അപ്പോ ആ ചോദ്യം വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മുടെ ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി നിലവിൽ 700 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 700 പേർക്ക് മറ്റേ ടൈമിൽ പരിശീലനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. പലർക്കും നെറ്റ്വർക്ക് ഇഷ്യൂ മറ്റും കൊണ്ട് പങ്കെടുക്കാൻ പറ്റാത്ത പ്രശ്നമുണ്ട്. ആ 700 പേരെ നമ്മൾ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. അടുത്ത രജിസ്ട്രേഷൻ ഇപ്പൊ ആരംഭിച്ചിട്ടുണ്ട്. 100-ൽ പരം പേർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഈ വർഷം 1000 പേരിൽ ഈ പരിശീലനം എത്തിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ ഇതിൽ നിന്ന് സെലക്റ്റീവായ ആളുകൾ, അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവരുടെ പ്രോപ്പർട്ടിയിൽ, അവരുടെ ഫാമിൽ ഒരു പ്രവർത്തനം നടത്താൻ താല്പര്യമുണ്ട് എന്നറിയിച്ചാൽ നിയാസ്ജിയെ പോലുള്ള, അപ്പൊ നിയാസ്ജിക്ക് അതിൽ ഇടപെടാൻ കഴിയുമോ? ജോയിന്റ് വെഞ്ചർ ഉണ്ടാക്കാൻ കഴിയുമോ? നേരത്തെ നമ്മളെ RT-യുമായി ബന്ധപ്പെട്ട് ഇപ്പൊ വൈക്കത്തും പെരുമ്പളത്തും എല്ലാം നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് അത് വരാനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഇതൊരു കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എന്നുള്ള നിലയിൽ അത് ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ? അതാണ് എന്റെ ഒരു ഫൈനൽ ക്വസ്റ്റ്യൻ. അല്ല, സത്യം പറഞ്ഞാൽ ദിസ് ഈസ് അബ്സൊല്യൂട്ട്ലി മൈ ഐഡിയ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബിലീവ് ചെയ്യുന്ന ഒരു എത്തിക്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ സിംപ്ലി വയനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓൾമോസ്റ്റ് ഒരു 6000 ഗസ്റ്റുകൾ ഒരു ദിവസം കയറി വരുന്നുണ്ട്. ഓക്കെ, ആൻഡ് അതിൽ ഞാൻ ആകെ അറ്റാച്ച് ചെയ്യുന്ന ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൺലി ലൈക്ക് 1% ഓഫ് ദ ഗസ്റ്റ്. സോ ദർ ഈസ് ഗസ്റ്റ് ഫോർ എവറിബഡി. അതാണ് അതിന്റെ എല്ലാ ഡെമോഗ്രഫിയിലുള്ള ഗസ്റ്റുകളും എല്ലാവർക്കും ഉണ്ട്. ആൻഡ് ദിസ് ഈസ് വാട്ട് ഈവൻ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഈസ് ലൈക്ക് നമ്മൾ എങ്ങനെ വിത്തിൻ ലൈക്ക് ലെസർ വാല്യൂ capsulating the time. അതായത് ഇപ്പൊ ടൂറിസം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ എവറി ഡേ ദർ ഈസ് ന്യൂ തിങ്സ് കമ്മിങ് അപ്പ്. എല്ലാ ദിവസങ്ങളിലും പുതിയ പുതിയ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കും. ആൻഡ് പീപ്പിൾ ആർ ലൈക്ക് ബാഫിൾഡ് വിത്ത് ഇറ്റ്. അപ്പോ വിത്തിൻ എ ടൈം സ്പാൻ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനങ്ങൾ കൊടുക്കുക. ആൻഡ് അപ്പുറത്തിനും എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു 2 years 3 years ഡൗൺ ദ ലൈൻ when that is been done, അതിന്റെ ഒരു ആ ശോഭം മങ്ങി തുടങ്ങുന്ന സമയത്ത് തന്നെ യു ജസ്റ്റ് ലൈക്ക് ആ സ്പേസിനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി ഇവോൾവ് ചെയ്തിട്ട് ഒന്നുകൂടിയും വേറൊരു സ്ട്രക്ചറിലേക്ക് പോവുക. ആൻഡ് ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റിൽ എന്താന്ന് വെച്ചാൽ സസ്റ്റൈനബിൾ സ്ട്രക്ചേഴ്സ്, സീറോ കാർബൺ ഫുട് പ്രിന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഡിസൈൻസുകൾ നമുക്ക് ഈസിലി നമുക്കത് കിട്ടാൻ ചാൻസസ് ഉണ്ട്. അപ്പൊ എന്റെ കയ്യിലുള്ള ഒരു കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് ലവ് ടു ജസ്റ്റ് ഗോ ടു മീറ്റ് പീപ്പിൾ. ഐ റിയലി വോണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്പേസസ്. ആൻഡ് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം, ദിസ് ഈസ് വാട്ട് മൈ അൾട്ടിമേറ്റ് ഐഡിയ ഈസ് ഓൾ അബൌട്ട്. ഇറ്റ്സ് ലൈക്ക് ജസ്റ്റ് ഗോ ടു ദ സ്പേസസ്, ഐഡന്റിഫൈ അവിടെ എന്താണോ അവിടെ ക്യൂറേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും എല്ലാ ചെറിയ ചെറിയ കല്ലുകളെയും കൂട്ടി വെച്ച് ഒരു പ്രോപ്പർ ഒരു തൂണാക്കി മാറ്റുക എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. പിന്നെ എവറി ബിറ്റ് ഓഫ് പെരിഫറൽസ് ആഡ് ചെയ്യുക, പ്ലഗ് ഇൻ ചെയ്യുക, എന്നിട്ട് അതിനൊരു എക്സ്പീരിയൻസ് ആയിട്ട്, അത് ഒരു ദിവസം നമ്മൾ ഒരു ഗസ്റ്റ് ഒരു ആലപ്പി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെരുമ്പളം എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 2 ദിവസം അവർക്ക് അവിടുന്ന് ഇനിയും തിരിച്ചു പോകാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊമെന്റ് അല്ലെങ്കിൽ ആ ഒരു സ്പിരിറ്റിലേക്ക് എത്തിക്കുക എന്നുള്ളതിന്റെ ഒരു ഐഡിയോളജിയാണ് വാട്ട് വി ആർ ലൈക്ക് ബിലീവിങ് ഇൻ. അപ്പോൾ ഡെഫിനറ്റ്ലി എനിവേർ എനി പ്ലേസസ് വി വുഡ് ബി റിയലി ഗ്രേറ്റ്ഫുൾ. വി വുഡ് റിയലി ഗ്രേറ്റ്ഫുൾ ടു കം ഡൗൺ ആൻഡ് ഹെൽപ്പ് യു ഔട്ട്. ആൻഡ് nothing like വേറെ ഒരു പ്രീ ഇൻഹിബിറ്റഡ് ഒന്നുമില്ല. I would really love to just collaborate and I really want to be a part of it. And കുറെ ആൾക്കാർ had sent me മരങ്ങളുടെ മുകളിലുള്ള ക്യാമ്പിങ്ങിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും തരാൻ പറ്റുമെന്ന്. ബിക്കോസ് ഐ ജസ്റ്റ് ഹാവ് എ നെറ്റ്വർക്കിന്റെ ചെറിയൊരു ഇഷ്യൂ ഉള്ള കാരണം ഐ കനോട്ട് ട്രാൻസ്ഫർ ഫയൽസ്. അപ്പോൾ ഇറ്റ് ഈസ് സ്റ്റിംഗ്രേ ട്രൈബ്. സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരണ്ടി മീനാണ് സ്റ്റിംഗ്രേ. STINGRAY.tribe എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫേസ്ബുക്കിൽ അടിച്ചാലും നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ അടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് വെബ്സൈറ്റും ഉണ്ട്, www.stingraytribe.com എന്ന് പറഞ്ഞിട്ട്. ഇന്ത്യസ് ഗ്രീനസ്റ്റ് ട്രീ ഹോട്ടലാണ് അത്. ours is the first in the world which did a experience camp on the wilderness wildlife conservation. കാരണം മരങ്ങളുടെ മുകളിൽ നിന്ന് മൃഗങ്ങളുടെ അടിയിൽ കൂടെ പോകുന്ന ഒരു സ്പേസ് എന്ന് പറഞ്ഞത് വേൾഡിൽ ആദ്യത്തെ ഒരു കോൺസെപ്റ്റ് ആണ് വിത്ത് റിഗാർഡ്സ് ടു ട്രീ ക്യാമ്പിംഗ്, അല്ലെങ്കിൽ ഞങ്ങളത് ട്രീ ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ അതാണ് ആ ഒരു ടെർമിനോളജിന്റെ പ്രത്യേകത. വി ആർ നോട്ട് ഈവൻ ടെല്ലിങ് ഇറ്റ് ഈസ് എ ട്രീ ക്യാമ്പിംഗ്, വി ടെൽ ഇറ്റ് ഈസ് എ ട്രീ ഹോട്ടൽ. ഇന്ത്യസ് ഗിന്നസ് ട്രീ ഹോട്ടൽ എന്ന് നമ്മൾ പറയുന്നത്. സോ ഡെഫിനറ്റ്ലി യു ക്യാൻ സീ എല്ലാ പിക്ചേഴ്സും എല്ലാം അതിലുണ്ട്. അതിൽ യു ക്യാൻ സീ ദ റൈറ്റ് അപ്പ്. ഞങ്ങൾ ഒരു 10 ദിവസം മുന്നേ സോറി ലൈക്ക് ഡേ ബിഫോർ യെസ്റ്റർഡേ വി ഹാഡ് എ പോസ്റ്റ്. അതിൽ 9 ആന ഉണ്ട്. ലൈക്ക് നമ്മുടെ ടെന്റിന്റെ ഒരു പോസിബിളി ഒരു 20 മീറ്റർ ദൂരത്ത് കൂടെയാണ് ആ ടെന്റുകൾ പോയത്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ അത്രയും കാമായിട്ട്, കാരണം നമ്മൾ എല്ലാവരും ഇൻഫോംഡ് ആണ് അവിടെ ആനകൾ വരുമെന്നും അവിടെ മൃഗങ്ങൾ ഉണ്ടെന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരു ശാന്തി, ഒരു എന്താ പറയാ, ദേ ആർ ലൈക്ക് ഇൻ എ കാം സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. കാരണം എല്ലാ ആനിമൽസും എന്താന്ന് വെച്ചാൽ ദേ വുഡ് അണ്ടർസ്റ്റാൻഡ് യുവർ വൈബ്രേഷൻസ്, ലൈക്ക് വാട്ട് ലൈക്ക് ദേ കുഡ് സെൻസ് യുവർ എനർജി. അപ്പോൾ വെൻ യു ആർ കാം ദേ ആർ ഓൾസോ കം. അവര് 3 കുട്ടികളുണ്ടായിരുന്നു, 3 കാവ്സ് ഉണ്ടായിരുന്നു.
they just stay there. It took like 1.5 hours to move across. കാരണം അവർ ഗ്രേസ് ചെയ്ത് പോയിരുന്നു. We didn't interfere them, they didn't interfere us. There was a mutual coexistence and we could literally see them very good. കാരണം നല്ല നിലാവെളിച്ചുള്ള സമയത്താണ് ഇവരെ പാസ് ചെയ്ത് പോയിരുന്നത്. സോ ഈ ഒരു ഐഡിയയാണ് ബേസിക്കലി I wanted to introduce, and I would be really like grateful that I could connect with anybody. നമ്മുടെ ഗ്രൂപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും just like give me a call. I would just like put in my number. Anybody can give me a call and I would be really happy to help them out. Over to you, Rupesh. ഓക്കെ, അപ്പോ നമുക്ക് ഇതുവരെ സംസാരിച്ച കാര്യങ്ങളിൽ നിന്ന് പല ആളുകളും ചോദിച്ചിട്ടുള്ളത് അഡ്വഞ്ചർ ടൂറിസവുമായി ബന്ധപ്പെട്ട വിവിധ പ്രവർത്തനങ്ങളുടെ ലൈസൻസിങ് പ്രൊസീജിയറിനെ കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു ക്ലാസ് പൂർണ്ണമായി ഉണ്ടാകും. ഞാൻ അത് കൂടാതെ നേരത്തെ പലതവണ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നു. ഇത് പരമാവധി നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അഡ്വഞ്ചർ ടൂറിസം മാത്രമല്ല, എക്സ്പീരിയൻസസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഫാമിങ്ങുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനും അതിനെ ടൂറിസവുമായി കണക്ട് ചെയ്യാനുമാണ് അഗ്രി ടൂറിസം നെറ്റ്വർക്ക് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിൽ ഫാമിങ്ങിന് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ സംസാരിച്ചത് അഡ്വഞ്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുപോലെ സോഫ്റ്റ് അഡ്വഞ്ചറുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ വരാനുണ്ട്. പല കാര്യങ്ങളും നമുക്ക് ഇനിയും ക്ലാസ്സുകളിലൂടെ പോകാനുണ്ട്. സസ്റ്റൈനബിലിറ്റി ഫോക്കസ്ഡ് ആയി വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ഫാമുകളെ സംരക്ഷിക്കുന്ന ഒരു പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതല്ല. ഫാമിംഗ് പ്രാക്ടീസസ് എല്ലാം ഈ ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പൊ പരിശീലനങ്ങൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ഒരു റിയലായി ഫീൽഡിൽ പോയിക്കൊണ്ടുള്ള പരിശീലനങ്ങളും മറ്റും ഇതിന്റെ തുടർച്ചയിൽ ഉണ്ടാവും. പക്ഷെ ഇന്ന് സംസാരിക്കുമ്പോൾ നാളെ നമുക്ക് കോവിഡ് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വയ്യാത്ത സ്ഥിതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് പരിശീലനങ്ങൾ പ്രാക്ടിക്കൽ ലെവലിലേക്ക് ഫീൽഡിൽ ഇപ്പൊ നടത്താൻ കഴിയാത്തത്. സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായി ആ പരിശീലനങ്ങൾ നടക്കും. അപ്പോ നിയാസ് ജി, ഇതിനകത്ത് എന്തായാലും വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ വലിയ തിരക്കുകൾക്കിടയിൽ നിന്ന് ഈ പ്രോഗ്രാമിന്റെ പാർട്ടായി വരാൻ കാണിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ഗൈഡ് ലൈൻസും മറ്റു കാര്യങ്ങളും ഞങ്ങൾ തുടർന്നുള്ള ക്ലാസ്സുകളിലൂടെ ഇവരെ ഇതിന്റെ പരിശീലനത്തിന്റെ ഭാഗമായിട്ടുള്ള എല്ലാവരെയും തുടർന്നുള്ള ക്ലാസ്സുകളിൽ പഠിപ്പിക്കും. അപ്പോ നിയാസ് ജിക്ക് മറ്റെന്തെങ്കിലും കൂടി സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. നമ്മൾ ക്ലാസ് ഏതാണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. ശരി റുപേഷ്, ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ജസ്റ്റ് ഒരു ലൊക്കേഷൻ ബേസ്ഡ് അല്ലെങ്കിൽ റൂറൽ ടൂറിസത്തിന്റെ എനിക്കൊരു ജസ്റ്റ് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് മോഡല് പറയണ്ടായിരുന്നു. കാരണം നമ്മൾ എല്ലാവരും തായ്ലൻഡിൽ പോകണം. ഓക്കെ, നമ്മളെല്ലാവരും തായ്ലൻഡിൽ പോകണം. അപ്പൊ എനിക്കൊരു ഇൻസിഡന്റ് ഉണ്ടായതാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതുപോലെ നമ്മുടെ ഹോട്ടൽ റൂമിൽ വരുന്നു, ഞങ്ങളോട് പറഞ്ഞു റിവർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് സമ്മർ, നല്ല 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 മഴയൊന്നും ഇല്ലാത്ത സമ്മർ ടൈമാണ്. അപ്പൊ അവര് പറഞ്ഞു റിവർ റാഫ്റ്റിംഗ് ചെയ്യണു. ഒരു വണ്ടി വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്യണു, നമ്മളെ ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യണു. ഒക്കെ അവര് നമ്മളെ കൊണ്ടുപോകണം. ആൻഡ് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മളൊരു മലന്റെ മേലെ കയറി പോവാണ്. ആൻഡ് നമുക്ക് പുഴ കാണാണ്ട്, ഒരു തുള്ളി വെള്ളമല്ല. ഓക്കെ, പുഴ ഇങ്ങനെ താഴ്ത്തുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കണം എങ്ങനെ ഈ റിവർ റാഫ്റ്റിംഗ് നടക്കും എന്നുള്ളത്. ആൻഡ് വാട്ട് ദേ ഡിഡ് ഈസ് നമ്മൾ ഏറ്റവും മുകളിൽ പോയി കഴിഞ്ഞപ്പോഴും വെള്ളമൊന്നും കാണാനില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരു കോൺക്രീറ്റിന്റെ ഒരു മതിൽ കാണാനുണ്ട്. ആൻഡ് 2 ഷട്ടറും കാണാനുണ്ട്. ആൻഡ് വാട്ട് ദേ ഡിഡ് ഈസ് ആ ലൊക്കാലിറ്റിയിൽ, ഞാൻ ഒരു 8 വില്ലേജിന്റെ കാര്യമാണ് പറഞ്ഞത്, ഫിലിംസാര എന്നൊരു വില്ലേജിന്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർ അവരുടെ മക്കൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓൾറെഡി അവർ ഈ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിൽ ട്രെയിൻ ചെയ്തിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ ഈ ഫാമിലീസിൽ എല്ലാവർക്കും എന്തുണ്ടെന്ന് വെച്ചാൽ എവരിബഡി ഹാസ് ഗോട്ട് ലൈക്ക് പ്രോപ്പർ ഇതുണ്ട്, ലൈക്ക് വലിയ റാഫ്റ്റുകളുണ്ട്, വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗിന്റെ റാഫ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാല് പോസിബിലി ഒരു ഫാമിലിന്റെ അടുത്ത് 2 എണ്ണം ഉണ്ടാവും. ആൻഡ് ദർ ഈസ് എ കോർഡിനേറ്റർ, ഒരാൾ ഹൂസ് ലൈക്ക് ലുക്കിംഗ് ആഫ്റ്റർ ദ ഹോൾ സേഫ്റ്റി ആൻഡ് ലൈക്ക് ഹൗ ടു പുഷ് ദ പീപ്പിൾ, ലൈക്ക് ക്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു 2-3-4 ആൾക്കാരുണ്ട്. ദ പ്രൊഫഷണൽ പീപ്പിൾ ഹൂസ് ലൈക്ക് ഹാൻഡ്ലിങ്. ആൻഡ് ബാക്കി എല്ലാവരും ട്രെയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഏറ്റവും മുകളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഷട്ടർ കൊണ്ട് തുറക്കുന്നു. വിത്തിൻ ലൈക്ക് 10 minutes, ഈ 10 to 15 minutes ഓരോ കോർണറിനായിട്ട് എന്ത് ചെയ്യും, എവരിബഡി ഫ്ലോസ് ഡൗൺ. ആ വെള്ളത്തിന്റെ ആ ബണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഓവർനൈറ്റ് രാത്രി മൊത്തം വെള്ളം നിറച്ച് രാവിലെ 10 ലൈക്ക് ഷട്ടർ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഷട്ടർ അവർ ഓഫ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ വെള്ളം കളക്ട് ചെയ്യണം. അടുത്ത ദിവസം രാവിലെ വരുമ്പോഴത്തേനും ആ വെള്ളം നിറയണം. വെള്ളം നിറഞ്ഞ് പിന്നെ ആ ഷട്ടർ തുറക്കണു. ആൻഡ് ദി ഓൺലി ടേക്ക് ലൈക്ക് ഒരു ഒറ്റ അടിക്ക് ഒരു 200 ആൾക്കാർ ആ ഒരു വില്ലേജിലേക്ക് വന്നു പോകും.
and the revenue they are making. കാരണം ആ വില്ലേജിൽ വന്നു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോർണറിൽ എന്താണ് ഓരോ ആൾക്കാരുടെ വീട്ടിലും തണ്ണിമത്തനും ഫ്രൂട്ട്സും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവർ ഭക്ഷണം കഴിക്കണു, അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യണം, നേരെ കൊണ്ടുപോകണു. അവരൊരു കാളന്റെ ബാക്കിൽ ഇരുത്തിയിട്ട് അവർ ജസ്റ്റ് ആ പാഡി ഫീൽഡിന്റെ ഉള്ളിൽ കൂടെ മൊത്തം നടന്നു. കാളന്റെ ഒരു കാളവണ്ടി, സിമ്പിൾ കാളവണ്ടി. ആൻഡ് എവറിഥിങ് ഈസ് ലൈക്ക് പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് എന്താണ്, ഹേയ് ഞങ്ങൾ കാളവണ്ടി, ഇറ്റ്സ് ലൈക്ക് എക്സ്പീരിയൻസസ് ദാറ്റ് നെവർ എക്സ്പീരിയൻസ്. അപ്പൊ ഇങ്ങനത്തെ ഓരോ സ്പേസുകൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ആൻഡ് ക്യുമുലേറ്റീവ്ലി, കാരണം ഇപ്പൊ നമ്മൾ ഒരു റൂറൽ ലൊക്കേഷൻ ആണെങ്കിൽ ക്യുമുലേറ്റീവ്ലി എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു വില്ലേജ് കംപ്ലീറ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്തിട്ട് ലൈക്ക് ബെനിഫിറ്റിംഗ്. ചില ആൾക്കാർ കാർപ്പൻട്രി ആർട്ടിസാൻസ് ഉണ്ടാവും, എത്നിക് സെർച്ച് ചെയ്യണ ലൈക്ക് സെയിം തിങ് വിച്ച് ഇസ് ബീൻ ഡൺ ബൈ ആർട്ടി. ലൈക്ക് എല്ലാവരുടെയും കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈവൻ യു ക്യാൻ കം അപ്പ് വിത്ത് ലൈക്ക് അഡ്വെഞ്ചർ പ്രോജക്ട്സ് അണ്ടർ എന്താ പറയാ ഒരു പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിന് പോസിബിളി നല്ലൊരു റിവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലെല്ലാം ഈ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ്. യു ഡോണ്ട് റിയലി നീഡ് ടു വെയിറ്റ് ഫോർ റെയിൻ. അതിന്റെ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഒരു ചെറിയൊരു നീരൊഴുവ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലിറ്ററലി ഫിൽ അപ്പ്. ആൻഡ് പോസിബിളി ശരിയാ ഇപ്പോ വാഗമൺ എന്ന് പറഞ്ഞ സ്പേസിൽ ഡേയ്സ് ദാറ്റ് ലൈക്ക് നിങ്ങൾക്ക് പാരാഗ്ലൈഡിങ് ചെയ്യാൻ പോണ ഡേയ്സുകൾ ഉണ്ട്. അപ്പൊ പ്രയർ ആയിട്ട് പറഞ്ഞ ബുധൻ വ്യാഴം വെള്ളിയിൽ മാത്രം, അല്ലെങ്കിൽ ഒരു ദിവസം ഇടപെട്ടിട്ടാണ് what you say ഇത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഗെറ്റ് ഇൻ ദ കസ്റ്റമേഴ്സ് ടു ദാറ്റ് സ്പേസ്. യു ക്യാൻ ക്രിയേറ്റ് വാല്യൂ. കാരണം അവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബുക്കിംഗ് ആവും പിന്നെ, ബിക്കോസ് പീപ്പിൾ ആർ ഡൈയിങ് ടു ഡു ഇറ്റ്. കാരണം ഓക്കെ ഇന്ന് കിട്ടിയില്ല, അപ്പൊ അടുത്ത ആഴ്ചക്ക് കിട്ടണം, അപ്പൊ ഞാൻ വേഗപ്പം തന്നെ ബുക്ക് ചെയ്യാം. അപ്പൊ അതൊരു കൺഫേംഡ് റവന്യൂ സോഴ്സ് ആണ്. ആൻഡ് യു ആർ ക്രിയേറ്റിംഗ് എ ഡിമാൻഡ് ടു. അപ്പൊ അതുകൊണ്ട് തന്നെ വെച്ചാൽ നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ഫ്ലോക്ക് ചെയ്യൂല, നിങ്ങൾ ആ സ്പേസിനെ നശിപ്പിക്കൂല, നിങ്ങൾക്ക് ഈസിലി വൺ കൺവെർസേഷൻസ് ഉണ്ടാക്കാൻ പറ്റും. So I think അങ്ങനെ like cumulatively ഓരോ ലൊക്കേഷനിലുള്ള ആൾക്കാരും ഷുഡ് ബി പ്രാക്ടീസിങ് ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. ലൈക്ക് അവിടെയുള്ള അവരുടെ അടുത്തുള്ള സമ്പത്തുകൾ എന്തൊക്കെയാണ്. വാട്ടർഫോൾ ആണെങ്കിൽ വാട്ടർഫോൾ, വാട്ടർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണെങ്കിൽ വാട്ടർ റാഫ്റ്റിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകൾ, എന്താ പറയാ ആംഗ്ലിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പേസ് ആണെങ്കിൽ ആംഗ്ലിംഗ് ചെയ്യാൻ പറ്റുന്ന സ്പേസുകൾ. നമ്മളിപ്പോ ഡൈവിംഗ് എന്ന് പറയുന്നുണ്ട്. ഡൈവിംഗ് ഈസ് നോട്ട് ലിറ്ററലി ലിമിറ്റഡ് ടു എന്താണ് സീ. ഈവൻ പീപ്പിൾ ഡു കേവ് ഡൈവിംഗ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോർമൽ സ്പേസ് നിങ്ങൾക്ക് ഡൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഈ എക്സ്പീരിയൻസസ് കൊടുക്കാൻ പറ്റുന്ന നല്ല സ്പേസുകൾ നമ്മുടെ ടോട്ടലി കേരളന്റെ ജോഗ്രഫിക്കൽ ലൊക്കേഷൻ ലൈക്ക് ബ്യൂട്ടിഫുൾ സ്പേസസ്. ആൻഡ് ഇതെല്ലാം ക്യുമുലേറ്റീവ്ലി if the partners, as in like farmers ആണെങ്കിൽ farmers, in whichever aspect they are, അല്ലെങ്കിൽ artisans and everybody when cumulatively connect together, എന്നിട്ട് നിങ്ങൾ ആ ഒരു വില്ലേജിനെ അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ just like Kumarakom, right? Just like Alapi, ആ ഒരു സ്പേസിലെ മൾട്ടിപ്പിൾ ഇതില് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ that would be a beautiful thing. I'm just literally telling in terms of adventure tourism. കാരണം അങ്ങനെ കുറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് ഇപ്പൊ 4 ഫാംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യു കണക്ട് ഇറ്റ് വിത്ത് 4 ഫാംസ്. നിങ്ങൾ കൃഷി ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ആവും, അപ്പുറത്തുള്ള ആള് വേറെ എന്തെങ്കിലും ആവും. യു കണക്ട് വിത്ത് മൾട്ടിപ്പിൾ ഫാംസ് ആൻഡ് യു കളക്ട് ക്യുമുലേറ്റീവ് റവന്യൂ. ആൻഡ് അവിടെ ഒരു വിൻ സിറ്റുവേഷൻസ് ഉണ്ടാവും. ബിക്കോസ് എവരിബഡി വുഡ് ബി ഹെൽപ്പിംഗ് ഔട്ട് ഈച്ച് അതർ, എവരിബഡി വിൽ ബി ടുഗെദർ ആൻഡ് ദ ഐഡിയാസ് ഈസ് ഷെയർഡ്, നിങ്ങളുടെ ടെക്നോളജി ഈസ് ഷെയർഡ്, നിങ്ങളുടെ എക്സ്പെർട്ടൈസ് ഈസ് ബീൻ ഷെയർഡ്. അപ്പൊ ഈ ഒരു സ്പേസ് rather than like being away and like being individuals, എല്ലാവരും കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ I think it is a fantastic thing to happen in Kerala. Seriously, it is a fantastic thing to happen in Kerala. Thank you, Rupesh ji. Over to you, Rupesh ji.